മക്കളെ ഗുഡ് മോർണിംഗ് ഓൾ. എവിടെ എല്ലാവരും എത്തിയോ? യെസ്, എത്തിക്കഴിഞ്ഞു. കുറച്ചൊരു വീഡിയോ ഓഫ് ആണല്ലോ, പെട്ടെന്ന് വീഡിയോ ഓൺ ആക്കി കാണട്ടെ. ഞാനൊന്ന് രാവിലെ എന്താണിത് വീഡിയോ ഒക്കെ ഓഫ് ചെയ്തിരിക്കുന്നേ? ഉഷാറല്ലേ? കുറേ പേര് ഉറക്കത്തിൽ നിന്നൊക്കെ എണീച്ചിട്ട് ഇന്നും രാവിലെ മാത്സ് ക്ലാസ്. യെസ്, ഗുഡ് മോർണിംഗ്. ഇന്നും കൂടി ഉള്ളൂ രാവിലെ ക്ലാസ്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടാണെന്ന്. വൈകിട്ട് കുഴപ്പമില്ല, രാവിലെയാണ് കുറച്ച് പേർക്ക് ഇച്ചിരി മടിയല്ലേ. 6:30 ക്ലാസ്സിൽ കയറണം, ചടങ്ങാണെന്ന്. സാറില്ല, 2-3 ദിവസം കൂടിയല്ലേ ഉള്ളൂ, എക്സാം ആയില്ലേ. നമുക്കിനിപ്പോൾ 2 ദിവസം കൂടി നമ്മൾ എന്താ കഷ്ടപ്പെട്ട് രാവിലെ ക്ലാസ്സിലൊക്കെ കയറിയാൽ മതി. ഓക്കെ, നമുക്കപ്പോൾ ഉഷാറായിട്ട് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. റെഡി ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ, തുടങ്ങിയാലോ നമുക്ക്? ഓക്കെ, യെസ്. അപ്പം എല്ലാവരും ഉഷാറായിട്ട് നിവർന്നിരുന്നോളൂ, എല്ലാവരും കേട്ടോ. ടേബിളിൽ നിന്ന് കൈമാറ്റി സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം കേട്ടോ. ടാനിഷ കൈമാറ്റിക്കോ, കൈമാറ്റാൻ പറഞ്ഞത് ഇങ്ങനെ ഇരിക്കണം. വളയൊക്കെ നോക്കി കിലോയിട്ടുണ്ടല്ലോ. ഇത് ഉത്സവപ്പറമ്പിൽ നിന്ന് മേടിച്ചല്ലേ? സത്യം പറ, ആ കൈ കിടക്കണ വള. ഓക്കെ, എടാ കൈ മാറ്റിയിടാ, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കേ. കസേരയിൽ സ്ട്രെയിറ്റ് ആയിട്ടിരുന്നേ, കൈ മാറ്റിയിട്ട്. കൃഷ്ണേന്ദു കൈ എടുത്തോ. യെസ്, ഓക്കെ. എല്ലാവരും സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക, 2 കണ്ണും അടച്ചോളൂ കേട്ടോ. നമ്മൾ ഇന്നലെ മറ്റേ ക്വസ്റ്റ്യൻസിൻ്റെ എ പാർട്ടിലായിരുന്നു നിർത്തിയിരുന്നത് അല്ലേ. അപ്പോഴത്തേക്കും പിന്നെ റിവിഷൻ തുടങ്ങി, നമ്മുടെ ഹിന്ദി പഠിക്കാനായിട്ട് പോയി അല്ലേ. ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിലേക്ക് നമ്മൾ കടന്നു. യെസ്, അപ്പോൾ നമുക്ക് ഇന്ന് മുമ്പശ്ശേരി ഇന്നലെ ക്ലാസ്സിലുണ്ടായിരുന്നില്ലേ? ഡൈറ്റാറ്റൊന്നും ഉണ്ടായില്ലേ? യെസ്, കണ്ടില്ല. കുറച്ച് പേരെ ഇടയ്ക്ക് പെട്ടെന്ന് ഇതിനകത്തേക്ക് കാണുള്ളൂ കുറച്ച് പേരെ. അപ്പോൾ നമുക്ക് ബാക്കി അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഒന്ന് നോക്കാം. അതിന് മുന്നേ അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനും കൂടി ഒന്ന് നോക്കിയേക്കാം. എന്തായിരുന്നു പറഞ്ഞത്? ഒരു ആള് 2 ലക്ഷത്തിനും ആൻഡ് ഹാഫ് 2.5 2.5 ലക്ഷത്തിനും 2 ലക്ഷം അല്ല 2.5 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലാണ് സാലറി വാങ്ങിക്കുന്നത് എങ്കിൽ എത്ര ശതമാനമായിരുന്നു അയാൾ ഇൻകം ടാക്സ് കൊടുക്കേണ്ടത്? ടാക്സ് എത്രയായിരുന്നു എന്നാ പറഞ്ഞത്? ഒന്ന് കൈകൊണ്ട് കാണിച്ചേ. ടാക്സ് പെർസെൻറ്റേജ് എത്രയായിരുന്നു? നിങ്ങൾ കാണിച്ചില്ല, ഇപ്പോൾ സാറ് കാണിക്കും. യെസ്, എത്രയാണ്? 5%. 5% ഓഫ് ദിസ് ആസ് ഇൻകം ടാക്സ്. 5% നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടിയിരുന്നത്. ഹൗ മച്ച് ഇൻകം ടാക്സ് ഷുഡ് എ പേഴ്സൺ വിത്ത് ആനുവൽ ഇൻകം 3.5 lakhs? അങ്ങനെയാണെങ്കിൽ 3.5 ലക്ഷം വരുന്ന അത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ സാറേ? യെസ്, ആ കാര്യം നമ്മൾ റെഡിയാണ് ദേവർഷേ. അപ്പോൾ 3.5 ലക്ഷം ആണ് ഒരാളുടെ സാലറി വരുന്നതെങ്കിൽ എന്താണ്? 2.5 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലാണ് 3.5 വരുന്നത് ആണല്ലോ. അപ്പോൾ 3.5 ലക്ഷത്തിന്റെ എത്ര ശതമാനം കണ്ടുപിടിക്കണമായിരുന്നു? 5% കണ്ടുപിടിക്കണമായിരുന്നു. നമ്മൾ ഇന്നലെ കണ്ടുപിടിച്ചല്ലേ? യെസ്, അപ്പോൾ ആൻസർ എത്രയായിരുന്നു കിട്ടിയത്? 3.5യുടെ, അതായത് 3.5 എന്ന് പറയുമ്പോൾ 3,50,000. 3,50,000ന്റെ 5% കണ്ടുപിടിക്കുക. 5/100 ചെയ്യാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? യെസ്. എന്നിട്ട് 2 പൂജ്യം ഇവിടെ നിന്നും 2 പൂജ്യം ഇവിടെ നിന്നും കട്ട് ചെയ്ത് കളയാം, മുകളിൽ നിന്നും താഴെ നിന്നും. അതിനുശേഷം 3500 × 5 ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. 3500 × 5 കിട്ടിയായിരുന്നോ? ആൻസർ കിട്ടിയായിരുന്നോ? എല്ലാവർക്കും കിട്ടിയോ? ഇന്നലെ അത് ചെയ്യാതിരുന്നവർ കറക്റ്റായിട്ട് എഴുതി വെച്ചേ. യെസ്, കറക്റ്റ് ആണ് ആൻസർ. 17,500 എന്ന് നമുക്ക് ആൻസർ കിട്ടാം അല്ലെ. അപ്പൊ 17,500 രൂപ പുള്ളി ടാക്സ് ആയിട്ട് മാത്രം അടയ്ക്കണം അല്ലെ. 3.5 ലക്ഷം ശമ്പളം മേടിക്കില്ലേ, പുള്ളി അങ്ങോട്ട് കൊടുക്കട്ടെ അല്ലെ. 17,500 രൂപയാണ് പുള്ളി അടയ്ക്കേണ്ട ഇൻകം ടാക്സ്. ഇവർക്ക് ഭാവിയിൽ ഇൻകം ടാക്സ് അടയ്ക്കുന്നത് ആരുമുണ്ട്? യെസ്, അപ്പോൾ 17,500 ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇനി അടുത്ത കേസിൽ നോക്കിക്കേ മക്കളെ. അതാരാണ് സാർ ഇരുന്ന് ഉറങ്ങുന്നത്? മിഥുനെ എണീച്ചിരുന്നേ. യെസ്, ഓക്കെ. അത് നല്ലൊരു ട്രിക്കാണല്ലേ സാറേ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? പേഴ്സൺസ് ഏർണിംഗ് ബിറ്റ്വീൻ 5 and 10 lakhs. ഇവിടെ 2 ഡിവിഷൻ വരുന്നുണ്ട്, ശ്രദ്ധിച്ചിരിക്കുക. കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. പേഴ്സൺസ് ഏർണിംഗ് ബിറ്റ്വീൻ 5 and 10 lakhs. 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിൽ സാലറി വാങ്ങിക്കുന്ന ഒരാള് ഷുഡ് പേ 5% ഓഫ് 5 lakhs. നോക്കിക്കേ മക്കളെ, 5% ഓഫ് 5 lakh. Persons earning between 5 and 10 lakhs should pay 5% of 5 lakhs and 20% of excess over 5 lakhs. എന്താണ് പറയുന്നത്? ആദ്യം പറയുന്നത് 5നും 10നും ഇടയിലുള്ള കാര്യമാണ്. അതിനുശേഷം എന്താ പറയുന്നത്? എക്സസ് ഓവർ 5 lakh. അതായത് 5ൽ കൂടുതലാണ് അയാൾ വാങ്ങിക്കുന്നത് എങ്കിൽ എത്രയാണ്? 20% ആണ് ഇൻകം വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. താഴത്തെ മലയാളത്തിൽ കൂടെ നോക്കാം. 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിൽ വരുമാനമുള്ളവർ 5 ലക്ഷത്തിന്റെ 5%. എന്താ പറയുന്നത്? ക്വസ്റ്റ്യൻ നല്ല രീതിക്ക് വായിച്ചു നോക്കണം. 5 ലക്ഷത്തിന്റെ 5%, പിന്നെ 5 ലക്ഷത്തിന് മുകളിലുള്ള അധിക തുകയുടെ 20% നൽകണം.
മനസ്സിലായോ? 5 മുതൽ 10 വരെയാണ് അദ്ദേഹം അല്ലെങ്കിൽ 5 മുതൽ 10 വരെയുള്ള എമൗണ്ടിലാണ് പുള്ളി സാലറി വാങ്ങിക്കുന്നതെങ്കിൽ ആ 5 ലക്ഷത്തിന്റെ എത്ര ശതമാനം വേണം? 5% ആദ്യം വേണം. ആൻഡ് 5ൽ കൂടുതലാണെങ്കിൽ 20% വേണം. അത് ഞാൻ എഴുതാം. 5 lakh ആണെങ്കിൽ, അതായത് 5 ലക്ഷം വരെയുള്ള എമൗണ്ടിന് എത്ര വേണം? 5% വേണം. ഇതുപോലെ ഒന്ന് എടുത്തെഴുതണം കേട്ടോ. 5 ലക്ഷം വരെയുള്ളതിന് 5% വേണം. പ്ലസ് എബവ് 5 lakh, 5 lakhൽ എത്ര എമൗണ്ട് കൂടുതലുണ്ട് അതിന്റെ എത്ര ശതമാനമാണ് മക്കളെ പറയുന്നത്? 20%, 20% പറയുന്നത്. എന്താണ്? 20% ആണ് പറയുന്നത്. 20% കണക്കാക്കണം. ചെയ്ത് വരുമ്പോൾ അത് മനസ്സിലാവുള്ളൂ. നോക്കിക്കേ. ആൻഡ് ഈ പുള്ളിക്ക് എത്രയാണ് സാലറി ഉള്ളത്? അപ്പൊ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത്. നമ്മുടെ ആൾക്ക് എത്ര സാലറി ഉണ്ടെന്ന് നോക്കിക്കേ. ഹൗ മച്ച് ഇൻകം ടാക്സ് ഷുഡ് എ പേഴ്സൺ വിത്ത് ആനുവൽ ഇൻകം 7.5 lakh? എത്രയാണ് മക്കളെ ഉള്ളത്? 7.5 ലക്ഷം രൂപ. ആനുവൽ ഇൻകം ഉണ്ടാ. കുറച്ച് വിചാരിക്കും മാസ ശമ്പളമാണെന്ന്. ഒരു മാസത്തിൽ 7 ലക്ഷം രൂപ കിട്ടണമെന്നല്ല കേട്ടാ. ആനുവലി ഒരു വർഷത്തിൽ, അതായത് 12 മാസം കൊണ്ട് പുള്ളിക്ക് 7 ലക്ഷം രൂപ കിട്ടുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. നോക്കിക്കേ. അപ്പോൾ 7 ലക്ഷം രൂപ സാലറി ഉള്ള ഒരാളുടെ ഇൻകം ടാക്സ് എത്രത്തോളം ആയിരിക്കും എന്നാണ് ചോദ്യം. ക്ലിയർ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. യെസ്. അപ്പൊ നമുക്ക് താഴത്തേക്ക് എടുത്ത് എഴുതാം. ഇൻകം ഓഫ് ദ പേഴ്സൺ 7,50,000 rupees. അയാളുടെ ശമ്പളം, മലയാളംകാരെ എഴുതാം. അയാളുടെ ശമ്പളം 7,50,000 രൂപ. 0 കുറഞ്ഞു വരുന്നത് കേട്ടോ. 0 കുറഞ്ഞ ആൻസർ തെറ്റി. 1 ലക്ഷത്തിൽ എത്ര 0 ഉണ്ട്? ഒന്ന് കൈകൊണ്ട് കാണിച്ചേ. പലരുടെയിലും പല എണ്ണമുള്ള. യെസ്, കുറെ പേര് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. 5 0. ഓക്കെ, 1 ലക്ഷത്തിൽ 5 0 ആണുള്ളത്. ഇവിടെ നമുക്ക് 50,000 വന്നുകൊണ്ട് ഒരു സ്ഥാനത്ത് ആര് വരും? 5 ആണ് വരുന്നത്. ബാക്കി 4 0. ആരാണ് സാറേ അത്? ആർദ്ര കൃഷ്ണ. ബുക്ക് കാണുന്ന രീതിയിൽ ക്യാമറ അറേഞ്ച് ചെയ്ത് വെച്ചേടാ. കണ്ണൊക്കെ തുറയണില്ല അങ്ങട്. ഇതിപ്പോ ഫേസ് കാണുന്നില്ല. കുറച്ച് ഇറങ്ങിയിരുന്നിട്ട് ക്യാമറ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേ. ഓക്കെ, ഫൈൻ. അപ്പോൾ എന്താ? ഇൻകം ഓഫ് ദ പേഴ്സൺ 7,50,000 ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ മക്കളെ, ഇയാളുടെ സാലറി 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിലല്ലേ? ബിറ്റ്വീൻ 5 and 10 അല്ലേ? ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നെ. 7,50,000 എന്ന് പറയുമ്പോൾ 5നും 10നും ഇടയിലാണ്. ഇറ്റ്സ് ബിറ്റ്വീൻ താഴത്തെ എഴുതാം. ബിറ്റ്വീൻ 5 and 10 lakh. 5 to 10 lakh അല്ലെ? 5 to 10 lakh ആണ് ആളുടെ എന്ത് വന്നിരിക്കുന്നത്? സാലറി വന്നിരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് പറഞ്ഞിട്ടുണ്ട് 2 രീതിയിലാണ് നമ്മുടെ ടാക്സ് സ്ട്രക്ചർ പോയിരിക്കുന്നത് അല്ലെ? ടാക്സ് കൊടുക്കേണ്ടത് 2 രീതിയിലാണ് നമ്മളത് പറഞ്ഞിട്ടുള്ളത്. 5 ലക്ഷത്തിന്റെ 5% ആണല്ലോ. അപ്പൊ നമുക്ക് എഴുതാം എമൗണ്ട് ഓഫ് ടാക്സ്. ഏറ്റവും ആദ്യം ഫസ്റ്റ് നമുക്ക് ഒരെണ്ണം കണ്ടുപിടിക്കണം. 5 ലക്ഷം വരെയുള്ളതിന്റെ 5%. മനസ്സിലായോ? 5 ലക്ഷത്തിന്റെ 5% നേരിട്ട് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. 5 lakh into 2 കണ്ടുപിടിക്കണം എന്ന് പറയുന്നുണ്ട് അല്ലേ? 5 lakh into 5/100. 5 ലക്ഷത്തിന്റെ 5% കണ്ടുപിടിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞേ. 5 ലക്ഷത്തിന്റെ 5%. അതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 2 എമൗണ്ട് വരും കേട്ടോ ഇൻകം ടാക്സ്. സാറേ, 3ാമത്തെ റോയിൽ 2ാമതിരിക്കുന്ന ആള്. അതെ, ആരാണ്? പ്രവിത. അതെന്താണത്? തലയില് മാച്ചിങ് ആയിട്ട് വെച്ചതാണല്ലേ? കൊള്ള, സൂപ്പർ ആയിട്ടുണ്ട്. യെസ്, പറ. 25,000. യെസ്, മിടുക്കി. 2 0 ആദ്യം തന്നെ കട്ട് ചെയ്ത് കളയാം. 5 into 5 25 ആദ്യം തന്നെ എടുത്ത് എഴുതാം. പിന്നെ 3 0. ഓക്കെ, ഇവിടെ നിന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അല്ലാതെ വേറെ പോയിട്ട് കാൽക്കുലേറ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നിന്ന് തന്നെ ചെയ്യാം. ഓക്കെ, മിടുക്കി. 25,000 രൂപയാണ് നമുക്ക് ഫസ്റ്റത്തെ കേസിൽ 5 ലക്ഷത്തിന്റെ 5% കിട്ടുന്നത്. കിട്ടിയോ എല്ലാവർക്കും 25,000? ടാറ്റ വന്നേ കിട്ടിയെങ്കിലും. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് ആണ് അടുത്തത് പറയുമ്പോൾ എന്താ? എബവ് 5 lakh. 5 ലക്ഷത്തിൽ കൂടുതൽ എത്ര എമൗണ്ട് പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്? അതായത് പുള്ളിയുടെ സാലറി എത്രയാ മക്കളെ? പുള്ളിയുടെ സാലറി എത്രയാണ്? ഓക്കെ, സ്ലൈഡ് ഇപ്പോഴെഴുതാം കേട്ടോ. പുള്ളിയുടെ സാലറി എത്രയാ? 7,50,000 ആണ്. 5 ലക്ഷത്തിലും എത്ര കൂടുതലാണ് ഈ പറയുന്ന 7,50,000 എന്ന് പറയുന്നത്? അതായത് 7,50,000 ആണ് നമ്മുടെ ആൾക്ക് കിട്ടിയ തുക.
ഇദ്ദേഹത്തിന്റെ സാലറി അല്ലെങ്കിൽ ഇവിടെ പറയുന്ന കാര്യം എന്താണ്, എക്സസ് അല്ലെങ്കിൽ ഓവർ 5 lakh, 5 ലക്ഷത്തിൽ എത്ര കൂടുതലാണ് 7,50,000 എന്ന് പറഞ്ഞാൽ, അതായത് 7,50,000 5 ലക്ഷവും തമ്മിലുള്ള വ്യത്യാസം എടുക്കണം. 5 ലക്ഷത്തിൽ എത്ര കൂടുതൽ എമൗണ്ട് വന്നിട്ടുണ്ട്, എക്സസ് ഓവർ 5 lakh വന്നിട്ടുണ്ടെങ്കിൽ 20% അതിന്റെ കണ്ടുപിടിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആദ്യം ഇതിന്റെ ഡിഫറൻസ് എടുക്കണം, അതായത് ഇയാൾക്ക് കിട്ടിയ 780ഉം നമ്മളിൽ പറഞ്ഞിട്ടുള്ള എമൗണ്ട് ആയിട്ടുള്ള 5 ലക്ഷവും തമ്മിലുള്ള വ്യത്യാസം ആദ്യം പറയണം. എത്രയാണ് 7,80,000 5 ലക്ഷം തമ്മിലുള്ള വ്യത്യാസം? ആരാണ് സാറേ പറയുന്നേ? കൃഷ്ണദേവ്. കൃഷ്ണദേവി പറഞ്ഞ എത്ര വ്യത്യാസമുണ്ട്? ഗുഡ് മോർണിംഗ്. യെസ്, എത്രയാണ്? 2,50,000. അത്രേ ഉള്ളൂ അല്ലേ? യെസ്, 2,50,000 ആണ് ആൻസർ. വെരി ഗുഡ്, മിടുക്കൻ. അപ്പൊ എന്താണ് ഓവർ എമൗണ്ട് വന്നേക്കുന്നത്? എത്രയാ? 2,50,000 ആണ്. നമ്മുടെ കയ്യിൽ പറഞ്ഞിട്ടുള്ള എമൗണ്ട് 5 ലക്ഷമാണ്, പുള്ളിക്ക് കിട്ടിയത് 7,50,000 ആണ്. അപ്പൊ എത്ര വ്യത്യാസമുണ്ട്? 2,50,000 വ്യത്യാസമുണ്ട്. ഈ 2,50,000 ആണ് എത്ര ശതമാനം കണ്ടുപിടിക്കേണ്ടത്? എത്ര ശതമാനം കണ്ടുപിടിക്കേണ്ടത് നോക്കി പറഞ്ഞേ. എത്ര? എബവ് 5 lakh എത്ര വേണം? ഒന്ന് കൈകൊണ്ട് കാണിച്ച എല്ലാവരും. 5 ലക്ഷത്തിൽ കൂടുതൽ വരുന്ന എമൗണ്ടിന് എത്ര ശതമാനമാണ് പെർസെൻറ്റേജ്? 20%. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കയ്യിലുള്ള ഈ 2,50,000 20% കണ്ടുപിടിക്കാം. 20% കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇന്നലെ പഠിച്ച ആ ഒരു സംഗതി അപ്ലൈ ചെയ്താലും മതി. ആരാണ് സാറേ പറയുന്നത് 20% റെഡ്യൂസ്ഡ് ഫ്രാക്ഷൻ? ഹരികൃഷ്ണൻ. ഹരികൃഷ്ണൻ പഠിച്ചിരുന്നു നോക്കട്ടെ. 20% റെഡ്യൂസ്ഡ് ഫ്രാക്ഷൻ എത്രയായിരുന്നു? നിക്കൊരു മിനിറ്റ് നോക്കട്ടെ എന്നാ. പഠിച്ചില്ല. അപ്പൊ 1/5. പഠിക്കണോട്ടോ അത്. ഇനി ശരി, 5ഉം 25ഉം കട്ട് ചെയ്ത് കളയാം. അപ്പൊ മുകളിൽ എത്ര കിട്ടും? 5 കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്ക് 50,000 ആൻസർ കിട്ടും. കിട്ടിയോ? 50,000 ആൻസർ കിട്ടിയോ? ഓക്കെ ആണോ? യെസ്. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടാക്സ്. മറ്റേ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു ഒന്നാമത്തെ ടാക്സ്. രണ്ടും കൂടി കൂട്ടണം കേട്ടോ. ടോട്ടൽ ടാക്സ് അതും കൂടി എഴുതണം. ടോട്ടൽ ടാക്സ് ഒന്ന് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞേ. ടോട്ടൽ ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യത്തെ 25,000 കൂട്ടണം, അതിനോടൊപ്പം ഇപ്പൊ കണ്ടുപിടിച്ച 50,000 കൂട്ടണം. അതായത് എയിലും കൂട്ടണം, ബിയിലെയും കൂട്ടണം. അപ്പൊ ടോട്ടൽ എത്ര രൂപ പുള്ളിക്ക് ഇൻകം ടാക്സ് പോകും? 25,000 ഇപ്പൊ പറഞ്ഞ 50,000. ആരാ പറയുന്നേ? പവിത്ര. യെസ്, പവിത്ര പറഞ്ഞേടാ. എത്രയാണ് അയാൾക്ക് ഇൻകം ടാക്സ് പോയേണ്ടത്? പെട്ടെന്ന് കൂട്ടിയടാ. 50,000 25,000 കൂട്ടാൻ 0 ഒന്നും ആരും കൂട്ടി വെക്കരുത് കേട്ടാ. 0 ഒക്കെ മുകളിലും താഴെയും 0 തന്നെയല്ലേ. 25 50 കൂടി കൂട്ടിയേ. പവിത്ര ഒന്ന് ഫീസ് കാണിക്കാവോ സാറേ? യെസ്, 70,000 ആണോ? 25ഉം 50ഉം കൂടി കൂട്ടുമ്പോ എന്ത് കിട്ടും? എനിക്കിപ്പോഴും 70,000. എടാ മക്കളെ, 0 ആരും കൂട്ടണ്ട കേട്ടോ. ഈ റൈറ്റ് സൈഡിൽ 3 0 ഒരുപോലെ കിടക്കുന്നില്ലേ, അത് എന്തായാലും കൂട്ടിയാലും താഴത്തേക്ക് 0 വരിക. 25ഉം 50ഉം 5ഉം 0 എത്രയാ? 5ഉം 0 0. 2ഉം 5ഉം 7. അപ്പൊ എത്ര കിട്ടിയ ആൻസർ? 75,000. തെറ്റിക്കല്ലേ? ഓക്കെ, 75,000 രൂപയാണ് ഇപ്പോ ടോട്ടൽ ഇൻകം ടാക്സ് കൊടുക്കേണ്ടത്. പവിത്ര പേടിച്ച്. ടോട്ടൽ ഇൻകം ടാക്സ് പേ ചെയ്യേണ്ടത് എത്രയാണ്? 75,000 ആണ്. ഓക്കെ, ക്ലിയർ ആണോ? എല്ലാവർക്കും കിട്ടിയെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. ഓക്കെ ആണോ? അപ്പൊ ഈ ഒരു സംഗതി കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇവിടെ ചെറിയൊരു പ്രശ്നം ക്വസ്റ്റ്യനിലുണ്ട്. കാരണം എന്താ അറിയോ, ക്വസ്റ്റ്യനിൽ നിന്ന് ഈ ആൻസറിലേക്ക് എത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഈ സംഗതികളൊക്കെ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. 5 ലക്ഷം ആണെങ്കിൽ 5%, 5 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ 20%. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ എഴുതി കണ്ടുപിടിച്ച ഇത്രയും കാര്യങ്ങളിലേക്ക് എത്തണം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ ആണോ? യെസ്. അപ്പോൾ അങ്ങനെ ചെറിയൊരു പ്രശ്നം ഇതിനകത്തുണ്ട്. ഓക്കെ, യെസ്. ഇന്ന് ക്ലാസ് ഇല്ലേ സ്കൂളില്? ഉണ്ട്. പോണം. കുറച്ച് നേരം ഉറക്കപ്പിച്ച് പോലും മാറിയിട്ടില്ല അവിടെ. നമുക്കപ്പോൾ അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കാം. നോക്കിക്കേ, സം അതർ പേഴ്സൺസ്, മറ്റു ചില ശതമാനങ്ങളിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇന്നലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിന്റെ സിമ്പിൾ മെത്തേഡ്സ് ഉണ്ട്, പക്ഷെ നമ്മളത് പതിയെ പുറത്തെടുക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അല്ലേ? യെസ്. അപ്പോൾ നമ്മളത് പതിയെ പുറത്തെടുക്കാനായിട്ട് പോവാണ്. സം അതർ പേഴ്സൺസിന് ഹെഡിങ് കൊടുത്തിട്ട് നമുക്ക് നോക്കിയാലോ. ഒരു ചെറിയ എക്സാമ്പിൾ അവിടെ കിടക്കുന്നുണ്ട് അല്ലേ? എന്താണ് കിടക്കുന്ന എക്സാമ്പിൾ? 450 kids took an exam and 80
80% പാസ്ഡ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു 7th ഡിവിഷനിൽ 450 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക അല്ലേ. ഇപ്പം നിങ്ങൾ ഓരോരോ ഡിവിഷനിൽ പഠിക്കുന്നവരായിരിക്കും. ഇതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ ബാക്കിയുള്ള ഡിവിഷൻസിലും പഠിക്കുന്ന ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടാവും അല്ലേ. അവരെല്ലാവരും കൂടി 7ാം ക്ലാസ്സിൽ മൊത്തത്തിൽ 450 കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം. 450 കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മാത്സ് എക്സാം ആണ്. ഓക്കെ, മാത്സ് എക്സാം ആണ്. അത് വേണ്ടായിരുന്നു അല്ലേ, വേറെ ഏതെങ്കിലും എക്സാം മതിയായിരുന്നു. ഓക്കെ, അപ്പോൾ മാത്സ് എക്സാം ആണ് നടത്തിക്കൊണ്ടിരിക്കാം. അതിനകത്ത് 450 എന്ന് പറയുന്ന ടോട്ടൽ കുട്ടികളിൽ, അതായത് ടോട്ടലാണ് എന്ത് 450, അതിനകത്ത് പരീക്ഷ ഇട്ടപ്പോൾ 80% കുട്ടികൾ എന്തായി, പാസ്സായി. നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും, അതായത് എക്സാമിന് എത്രയാണ് പെർസെൻറ്റേജ് എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ ചേട്ടന്മാരോടും ചേച്ചിമാരോടൊക്കെ എക്സാമിന് എത്ര മാർക്ക്, എത്ര പെർസെൻറ്റേജ് ഉണ്ടായി എന്ന് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടോ? യെസ്, വെരി ഗുഡ്, എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇത്ര ശതമാനം മാർക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ അവർ പറയണ കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ്, നമ്മുടെ മൊത്തം മാർക്കിൽ നമുക്ക് കിട്ടിയ മാർക്ക് എത്രയാണ് അത് വെച്ചിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടെ നോക്കാം, ടോട്ടൽ എത്ര പേരുണ്ട്, 450 പേരുണ്ട്. ഓക്കെ, എന്താണ്, ഇല്ല മാക്സിമം നോക്കി, ടോട്ടൽ എത്ര പേരുണ്ട്, 450 പേരാണ് മൊത്തത്തിലുള്ളത്. അതിനകത്ത് എത്ര പേര് പാസ്സായി, പാസ് പെർസെൻറ്റേജ് എത്രയാണ് മക്കളെ, പാസ് പെർസെൻറ്റേജ് ഒന്ന് കൈകൊണ്ട് കാണിച്ച്, നമ്മുടെ ക്വസ്റ്റ്യനിലെ പാസ് പെർസെൻറ്റേജ് എത്രയാണ് ഒന്ന് കൈകൊണ്ട് കാണിച്ചേ. 80% അല്ലെ, 80% ആണ് നമ്മുടെ പാസ് പെർസെൻറ്റേജ്. അപ്പൊ 450 പേര് എക്സാം എഴുതിയതിൽ 80% പേര് പാസ്സായി എന്ന് പറഞ്ഞപ്പോൾ എത്ര പേര് പാസ്സായി ഒന്ന് കണ്ടുപിടിച്ചേ. നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാസ്ഡ് ദ എക്സാം, number of students passed the exam, അല്ലെങ്കിൽ number of students passed എന്ന് എഴുതിയാലും മതി. ജയിച്ചവരുടെ എണ്ണം, യെസ്, കുറെ പേര് വളരെ സ്പീഡിൽ കണ്ടുപിടിച്ചു, വെരി ഗുഡ്. ജയിച്ചവരുടെ എണ്ണം 450 ഇൻറ്റു 80/100 കണ്ടുപിടിക്കണം. 80% എന്ന് പറയുമ്പോൾ 80/100. ആദ്യം തന്നെ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം, ആദ്യം തന്നെ വേണമെങ്കിൽ കുറച്ച് പേര് ഇവിടുത്തെ 2 0 വെട്ടിയും ഈ 0 കട്ട് ചെയ്തിട്ട് 45 ഇൻറ്റു 8 എന്ന് ചെയ്തവരുണ്ടാവും. ചെയ്തവരെന്ന് ഡാറ്റ തന്നേ, 45 ഇൻറ്റു 8 എന്ന് ഡയറക്റ്റ് ചെയ്തവർ. ഓക്കെ, ദാറ്റ് ഈസ് ദ നോർമൽ മെത്തേഡ്. ഓക്കെ, നമ്മൾ നോർമലി ചെയ്യുന്ന മെത്തേഡാണത്. ഓക്കെ, അല്ലാതെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു മെത്തേഡ് എങ്ങനെയായിരുന്നു, 80 എന്നൊരു 0 100 എന്നൊരു 0 കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് എന്തായി മാറി, 8/10 മാറിയല്ലോ. ഇനി 8/10 ഒന്നുകൂടി ചെറുതാക്കാനായിട്ട് നോക്കാം. 8/10 ഒന്നുകൂടി ചെറുതാക്കുമ്പോൾ എത്ര കിട്ടും, റെഡ്യൂസ്ഡ് ഫ്രാക്ഷൻ. 8/10 ചെറിയ ഫ്രാക്ഷൻ ഏതാ, ആരാ പറയുന്നത് സാറേ? സൈഹാൻ. സൈഹാനെ പറഞ്ഞേ, 8/10 ഒന്നുകൂടി ചെറുതാക്കുമ്പോ 4/5. യെസ്, മിടുക്കൻ, 4/5 എന്ന് കിട്ടും അല്ലെ. ഇതായിരുന്നു കുറച്ചും കൂടി എളുപ്പം, കാരണം 45 ഇൻറ്റു 8 ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി എളുപ്പം 4/5 വെച്ചിട്ട് ചെയ്യാനാണ്. കാരണം 450 ഇൻറ്റു 4/5 ചെയ്യാം. 45 5ന്റെ എന്താ പറയാ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് പെട്ടെന്ന് കട്ട് ചെയ്ത് കളയാം. 45/5 എത്രയാണ്, ആരാ പറയുന്നേ? ആദിദേവ്. 9. യെസ്, വെരി ഗുഡ്. 9 മുകളിലുണ്ട്, അതിന്റെ കൂടെ ഒരു 0 കൊണ്ടുണ്ട്. 0 മറന്നു വരുത്, 0 താഴ്ത്ത് കിടക്കുന്നതുകൊണ്ട് മറന്നു വരുത്. 90 ഇൻറ്റു 4. ഫൈനൽ ആൻസർ എത്രയായിരിക്കും, നേരത്തെ കിട്ടിയത് തന്നെയായിരിക്കും ഇപ്പോൾ കിട്ടുന്ന ആൻസർ 360 എന്നായിരിക്കും. അപ്പൊ 45 ഇൻറ്റു 8 ചെയ്താലും 90 ഇൻറ്റു 4 ചെയ്താലും 360 എന്ന് തന്നെ കിട്ടും. ഓക്കെ, കുറച്ച് പേര് വിചാരിക്കണ്ടാവും ഇങ്ങനെ ഒന്നും ചെയ്യണ്ട, മറ്റേ മെത്തേഡ് തന്നെ മതി. ഓക്കെ, പക്ഷെ ഇത് ഉപകാരപ്പെടുന്ന കേസുകൾ വരും, മനസ്സിലായോ? മറ്റേത്, അതായത് ഇപ്പോൾ വലിയ സംഖ്യകൾ തമ്മിൽ ഗുണിക്കാനാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായി വന്നാൽ നമുക്ക് ഇതുപോലെ റെഡ്യൂസ്ഡ് ഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് എത്താം. ഓക്കെ ആണോ, ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? അപ്പോൾ ഈ ഒരു മെത്തേഡും കൂടി എഴുതി വെക്കാട്ടോ. ഞാൻ ഒന്നുകൂടി നേരേക്ക് ഇവിടെ എഴുതാം, അതായിരിക്കും നല്ലത്. ഇപ്പോൾ പല സ്ഥലത്തായി പോയി, ഒന്നിച്ചിവിടെ എഴുതാം കേട്ടോ. നോക്കിക്കേ, 450 ഇൻറ്റു 80/100. ആദ്യം തന്നെ 0 2 കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ 450 ഇൻറ്റു 8/10 മാറി. 8/10 എന്ന് പറയുമ്പോൾ 450 ഇൻറ്റു 4/5 ആണ് ഈ ഒരു മെത്തേഡ്. ഇത് ചെയ്തതിന് ശേഷം ഒരു ഓർ ഇട്ടിട്ട്, ഓർ അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ ഓർ ഇട്ടിട്ട് ഇതും കൂടി ചെയ്യാം. 5ഉം 45 കൂടി കട്ട് ചെയ്യുക, അപ്പോൾ 9 കിട്ടും. സോ ആൻസർ ലാസ്റ്റ് 90 ഇൻറ്റു 4 ചെയ്യാം. സോ 360 എന്ന് കിട്ടും. ഈ രീതിയിൽ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഈ രീതിയിൽ ആദ്യമേ ചെയ്ത സാർ മൊത്തത്തിലൊന്ന് കാണിക്കാമോ? ഈ രീതിയിൽ ആദ്യമേ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഡാറ്റ തന്നേ. യെസ്, ഒരാളുണ്ട്. 2-3 പേരുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ രണ്ടും ശരിയാണ്, 2 ചെയ്തതിലും പ്രശ്നമൊന്നുമില്ല, ഓക്കെയാണ്. പക്ഷെ ഇതാകുമ്പോൾ എന്താ, കുറച്ചും കൂടി നമുക്ക് ഈ ഒരു രീതിയിലാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോകേണ്ടത്. ഇത് നോർമൽ മെത്തേഡാണ് മക്കൾ, ഇത് നോർമൽ മെത്തേഡാണ്. ഇതുകൊണ്ട് നമുക്ക് എന്താ സ്പീഡിൽ ചെയ്ത് തീർക്കാൻ പറ്റില്ല. ഇവിടെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്പീഡിൽ കാൽക്കുലേഷൻസ് പെട്ടെന്ന് പോകും.
ഓക്കെ, ക്ലിയർ ആണോ? നമ്മൾ ഇപ്പോഴത്തെ ഒരു സൗകര്യം മാത്രം നോക്കിയല്ല, നമ്മൾ ഫ്യൂച്ചറും കൂടി നോക്കിയിട്ട് വേണം മാത്സ് പഠിക്കാനായിട്ട്. ഓക്കെ, യെസ്. അപ്പോൾ 360 കുറച്ചേര് വിചാരിക്കും, പോയി ഇതങ്ങനെ തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ സാറേ, ഇതങ്ങനെ പഠിച്ച് എക്സാം ചെയ്ത് തീർന്നാൽ മതിയായിരുന്നു. അങ്ങനെയല്ല, ഇനി അങ്ങോട്ടേക്ക് എന്തോ ഒരു മാത്സ് പഠിക്കാനിരിക്കണം. അപ്പോൾ ഇത് തീർന്നില്ലേ എന്ന് കുറച്ച് പേര്, അപ്പോൾ ഇത് തീരുമില്ലേ? അപ്പോൾ എത്രയാണ് കിട്ടിയത്? 360 നമുക്ക് ആൻസർ കിട്ടിയത്. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പോൾ നമ്മളിവിടെ പാസ്സായവരുടെ കാര്യമാണ് പറഞ്ഞത്. ഇത് ഞാൻ ഒന്ന് വായിച്ചോട്ടെ. യെസ്. അപ്പോൾ മൊത്തത്തിൽ 450 പേരുണ്ടായിരുന്നു. പാസ് പെർസെൻറ്റേജ് 80% അങ്ങനെയാണെങ്കിൽ ഫെയിൽ പെർസെൻറ്റേജ് എത്രയാ? തോറ്റവരുടെ ശതമാനം എത്രയായിരിക്കും? 80 പേര് ജയിച്ചു എന്ന് പറയുമ്പോൾ ബാക്കി കുറച്ച് പേര് തോറ്റിട്ടുണ്ട് അല്ലേ? അതാരാ പറയുന്നത് സാറേ? അശ്വിൻ രാജേ. അപ്പൊ എത്ര കിട്ടി? 20. അവൻ ഉദ്ദേശിച്ച് കറക്റ്റ് ആയിരുന്നു, പക്ഷെ പറഞ്ഞപ്പോ തെറ്റിപ്പോയി. പോട്ടെ, സാറില്ല, എന്നാലും കറക്റ്റ് ആണ്. ഓക്കെ ആണോ? ഹാപ്പി ബർത്ത്ഡേ. ആഹാ, അതാരാ പറഞ്ഞു സാറേ? അശ്വിൻ രാജ് തന്നെയാണ് പറയുന്നത്. ഓക്കെ, എല്ലാവരും വിഷ് ചെയ്തേ. അശ്വിൻ രാജിന്റെ ബർത്ത്ഡേ ആണ്. എല്ലാവരും എവരിബഡി യെസ്, ഹാപ്പി ബർത്ത്ഡേ ടു യു അശ്വിൻ രാജ്. എന്താണ് ഇന്നത്തെ പരിപാടി അശ്വിൻ രാജേ? വീട്ടില് അമ്പലത്തിന് താലമാണ്, അപ്പൊ അവിടെ പോണം. ഓക്കെ, ഇന്ന് ഡേറ്റ് ഓഫ് ബർത്ത് അല്ലേ? നാളെ വെച്ചിട്ടുള്ള പിറന്നാളല്ലോ ഡേറ്റ് ഓഫ് ബർത്ത്. ഓക്കെ, വേറെ ആരുടെങ്കിലും ബർത്ത്ഡേ ഉണ്ടെന്ന് വേറെ ആരും റിപ്പോർട്ട് ചെയ്തില്ല അല്ലേ? അതെ, അതാരാണത്? കുറെ പറ്റിക്കരിക്കുള്ളൂ. ബർത്ത്ഡേക്കാർ മാത്രം എന്താ പറയാ? റിയ മരിയ ബർത്ത്ഡേ ആണോ? അല്ല. ആ, വിട്ടോ, ഇനി വിളിക്കൂല. വേണ്ട, ഇനി ആരും വിളിക്കൂല. പോ, ഇനി ആരും ഞങ്ങൾ വിശ്വസിക്കൂല. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞ പോലെ നമ്മുടെ ബർത്ത്ഡേക്കാരൻ പറഞ്ഞത് കറക്റ്റ് ആണ്. ഫെയിൽ പെർസെന്റേജ് എത്രയാണ് മക്കളെ? 20% എന്ത് ഫെയിൽ പെർസെന്റേജ് വരട്ടെ. അല്ലെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? 450ന്റെ 20% കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? തോറ്റവരുടെ എണ്ണം കിട്ടും ആണല്ലോ. അപ്പൊ ഒന്ന് കണ്ടുപിടിച്ചേ, തോറ്റവരുടെ എണ്ണം ഒന്ന് കണ്ടുപിടിച്ചേ. നമ്മളിപ്പോ ജയിച്ചവരുടെ എണ്ണം കണ്ടുപിടിച്ചേ, തോറ്റവരുടെ എണ്ണം ഒന്ന് കണ്ടുപിടിച്ചേ. 20/100നെ 1/5 ആക്കുക. എല്ലാവരും അത് കാണാതെ പഠിച്ചു വെച്ചേ. 20/100 എന്ന് പറയുമ്പോൾ 1/5 ആണ്. അപ്പൊ പെട്ടെന്ന് പരിപാടി കഴിയും. 90 കിട്ടിയോ? 90. ഓക്കെ, യെസ്, വെരി ഗുഡ്. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു മെത്തേഡ് ഉണ്ട്. ഇതാണ് പെർസെൻറ്റേജിന്റെ ഒരു അഡ്വാൻറ്റേജ്. പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ടോട്ടൽ 450 ആയിരുന്നു. അതിൽ പാസ്സായവർ എത്രയായിരുന്നു? 360 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഫെയിൽ ആയവർ കണ്ടുപിടിക്കാനായിട്ട് 450 നിന്ന് 360 കുറച്ചാൽ പോരെ? പിടി കിട്ടിയോ? 450 - 360 ചെയ്താലും മതി. അപ്പോഴും നമുക്ക് എന്ത് തന്നെ കിട്ടും? 90 തന്നെ കിട്ടും. എവിടെയാണെങ്കിലും ആൻസർ കറക്റ്റ് ആയിരിക്കും. ക്ലിയർ? ഓക്കെ ആണോ? ഫെയിൽ ആയവരുടെ എണ്ണം കിട്ടിയോ? അപ്പോൾ ശതമാനം എപ്പോഴും നമ്മൾ എപ്പോഴാണ് മൊത്തത്തിൽ ഔട്ട് ഓഫ് 100 എന്ന് നമ്മൾ പറഞ്ഞിരുന്നാൽ ഇന്നലെ നമ്മൾ പഠിച്ചതാണ്. പെർ 100 അല്ലെങ്കിൽ ഔട്ട് ഓഫ് 100 ആണ് എപ്പോഴും പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 80% ജയിച്ചവരാണെങ്കിൽ 20% എന്തായാലും തോറ്റുപോയവരായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. എടാ പോടാ, അവൻ ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര മിനിറ്റ് ആയി? എന്താ പറയാ, 20 മിനിറ്റ് ആയി. എന്നിട്ട് അവനിപ്പോ ബ്രേക്ക് കഴിഞ്ഞൊന്ന് തരൂലടാ, പോടാ. ആരാണ് സാറേ അത്? തരൂലടാ, പോടാ. അടുത്ത ചോദ്യം അവനോട് ചോദിക്കണുണ്ട് സാർ. ഓക്കെ, നോക്കിക്കേ, 184ാമത്തെ പേജിലെ 1ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. 184ാമത്തെ പേജിലെ 1ാമത്തെ നമ്മളിപ്പോ ചെയ്ത പോലെ ടൈപ്പ്. ഓക്കെ, നോക്കിക്കേ, ഓഫ് ദ 50 ടീച്ചേഴ്സ് ഇൻ എ സ്കൂൾ. അപ്പൊ സ്കൂളിൽ 50 ടീച്ചേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങളുടെ സ്കൂളിൽ 50 ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടോ? 50 ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവോ ഏകദേശം? അങ്ങനെയുള്ളവരൊന്ന് രാറ്റ് വന്നേ. യെസ്, 50 കൂടുതലുണ്ടെന്നാ പറയുന്നത്. ഓക്കെ, യെസ്. അല്ല സാറേ, ഹൈസ്കൂള് എല്ലാം കൂടി വരുമ്പോൾ അത്രയും ഉണ്ടാവുമല്ലോ. യെസ്. അപ്പോൾ വലിയ ഞങ്ങൾ വേറെ സ്കൂളിലായിരുന്നു. ഓക്കെ, ഞങ്ങളുടെ സ്കൂളൊക്കെ വലിയ സ്റ്റാഫ് റൂം ആയിരുന്നു. ഇങ്ങേറ്റം പോലും അങ്ങേറ്റം പേരുണ്ട്, കുറേ പേരുണ്ട്. ഓക്കെ, നോക്കിക്കേ, ഓഫ് ദ 50 ടീച്ചേഴ്സ് ഇൻ എ സ്കൂൾ. അപ്പൊ മൊത്തത്തിൽ എത്ര ടീച്ചേഴ്സ് ഉണ്ട്? ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ്. താഴത്തെ എഴുതിക്കേ, ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ്. ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഈസ് ഈക്വൽ ടു, വായിക്കാൻ പറ്റില്ല സാർ, എനിക്ക് എന്തായിരുന്നു അത്? ചാപ്റ്റർ എന്നായിരിക്കും ഉദ്ദേശിച്ചത്. അത് ചെറിയ ചാപ്റ്റർ ആയതുകൊണ്ടല്ലേടാ, സത്യം പറയണം. ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ് എത്രയാണ് മക്കളെ? 50 പേരാണ് ഇവിടെ മൊത്തം കുട്ടികളല്ല അധ്യാപകരുടെ എണ്ണം. ഓക്കെ, 50 അധ്യാപകരാണ് നമ്മുടെ സ്കൂളിലുള്ളത്. അതിനകത്ത് കൂടുതലും അല്ലെ, ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം, കൂടുതലും എന്തായിരിക്കും? സ്ത്രീ അല്ലെ, അല്ലെങ്കിൽ എന്താ പറയാ, ഫീമെയിൽ ടീച്ചേഴ്സ് ആയിരിക്കും കൂടുതൽ വരിക അല്ലെ. 80% ആർ വുമൺ. അപ്പോ ഫീമെയിൽ ടീച്ചേഴ്സ് എത്രയാണ് മക്കളെ? 80%. അല്ലെങ്കിൽ സ്ത്രീകൾ എത്രയാണ് അതിനകത്ത്? 80% എന്താണ്? ടീച്ചേഴ്സ് അല്ലെങ്കിൽ എന്താണ്? സ്ത്രീകളായിരിക്കും അവർ അല്ലേ. 80%. ഭൂരിഭാഗം സ്കൂളിൽ അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ. യെസ്.
ഇനി അതിനുശേഷം ചോദിച്ചിരിക്കുന്ന എന്താ, ഹൗ മെനി ഫീമെയിൽ ടീച്ചേഴ്സ് ആർ ദർ ഇൻ ദ സ്കൂൾ. അങ്ങനെയാണെങ്കിൽ എത്ര ഫീമെയിൽ ടീച്ചേഴ്സ് ഉണ്ട്, എത്ര അധ്യാപികമാരുണ്ട്, അധ്യാപികമാർ. ഓക്കെ, വനിതാ അധ്യാപകർ എന്ന് മലയാളത്തിൽ പറയാം, അല്ലെങ്കിൽ അധ്യാപിക എന്നും പറയാം. ഒന്ന് കണ്ടുപിടിച്ചേ, 50% കണ്ടുപിടിച്ച എല്ലാവരും പെട്ടെന്ന്. 50% അപ്പൊ നമ്മൾ 80% നേരത്തെ ചെറുതാക്കാനായിട്ട് പഠിച്ചതാണ്. എന്തായിരുന്നു? 4/5. 4/5 എന്നാണ് 80ന്റെ റെഡ്യൂസ്ഡ് ഫ്രാക്ഷൻ. അത് വെച്ചിട്ടും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ടും ചെയ്യാം. തന്നെ ചെയ്ത എല്ലാവരും 50ന്റെ 80%. 50 × 4/5. ഓക്കെ, ക്ലിയർ? ഓക്കെ, എത്ര കിട്ടും ആൻസർ? ഒരാളെ വിളിച്ചോളൂ സാറേ. എബിൻ. അവരായിരുന്നു, ഞാൻ മറന്നു. എബിനെ, എന്താണ്? എവിടെ ആളെവിടെ? ബ്രേക്ക് എടുക്കാൻ എന്താണ് അത്യാവശ്യം? എവിടെയെങ്കിലും പോവാനുണ്ടോ? ചായ കുടിക്കാനാണോ? അല്ല, മാത്സ് പഠിച്ച് ബോറടിച്ചോ? മാത്സ് ഇഷ്ടമല്ല അല്ലേ? മാത്സിന്റെ ശത്രു അല്ലേ? മാത്സ് നിന്റെ ശത്രു അല്ലേ? അല്ല, അങ്ങനെയൊന്നുമില്ല. എന്താ ആൻസർ പറഞ്ഞേ? 50/5 കട്ട് ചെയ്യുമ്പോ എത്ര കിട്ടും? 25. ഇപ്പൊ മനസ്സിലായി മാത്സ് ശത്രുവാണെന്ന്. 50/5. എടാ ഒന്ന് ചിരിച്ചേടാ, നീ എന്താണ് നീ ഇങ്ങനെ ഏറിടിച്ചിരിക്കണേ? 50/5. മറ്റേ കൈ ഇവിടെ പോയി, ആ കൈ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നേ. ഇവിടെ പോയി ആ കൈ. യെസ്, മിടുക്കനായിട്ടിരിക്കും. 50/5. പറ. 10. അത് തന്നെ, 50/5 10 ആണ്. ഇനി നമ്മൾ എന്തിനെ പറ്റി തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും? 10 × 4. അപ്പൊ ആൻസർ എത്ര കിട്ടും? 40. യെസ്, അവൻ എന്തോ തിരക്കുന്നുണ്ടോ സാർ ഇന്ന് പോയിട്ട്. ഓക്കെ, അപ്പൊ എത്രയാണ്? 40. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. 40 വനിതാ അധ്യാപകമാരാണ് അപ്പൊ ഈ സ്കൂളിൽ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ മെയിൽ ടീച്ചേഴ്സ് എത്രയായിരിക്കും? മെയിൽ ടീച്ചേഴ്സ് എത്ര സാറുമാരുണ്ടാവും? അപ്പോ മെയിൽ ടീച്ചേഴ്സ് ആരാ പറയുന്നേ? ക്രിസ്റ്റീൻ. ക്രിസ്റ്റീനയല്ലേ? ക്രിസ്റ്റീന. യെസ്, ഒരു കയ്യബദ്ധം. ക്രിസ്റ്റീന പറഞ്ഞേടാ. ഹലോ 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 ആവുന്നില്ലേ? ക്ലിക്ക് ചെയ്തേടാ, അൺമ്യൂട്ട് ചെയ്തേ. ഹലോ, ഇല്ല കേക്കള്ള. അൽഡാമരിയ കുറച്ചുണ്ട് നോക്കടാ മോനെ. ക്രിസ്റ്റീന വിഷമിക്കണ്ട. ഓക്കെ, അല്ല പറഞ്ഞേ, എത്ര മെയിൽ? യെസ്, ഗുഡ് മോർണിംഗ്. എത്ര മെയിൽ ടീച്ചേഴ്സ് ഉണ്ടാവും ഈ സ്കൂളില്? 10. വെരി ഗുഡ്. എങ്ങനെ കണ്ടുപിടിച്ചേ? 50 ഡയറക്റ്റ് ആയിട്ട് കുറച്ചാൽ നമുക്ക് 10 എന്ന് കിട്ടും അല്ലെ? അല്ലാതെ തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ ചെയ്യുകയാണെങ്കിലോ, 80% സ്ത്രീകളാണെങ്കിൽ 20% പുരുഷന്മാരാണ്. അപ്പോൾ 50ന്റെ 20% കണ്ടുപിടിച്ചാലും മതി. 20% എന്ന് പറയുമ്പോൾ 50 × 1/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. ക്ലിയർ ആണോ? രണ്ട് രീതിയിൽ ചെയ്താലും ഓക്കെ ആയിരിക്കും. പക്ഷെ ക്വസ്റ്റ്യനിൽ എന്താ മെയിൽ ടീച്ചേഴ്സിന്റെ കാര്യം ചോദിച്ചിട്ടില്ല കേട്ടോ. ഫീമെയിൽ ടീച്ചേഴ്സിന്റെ എണ്ണം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നമ്മൾ കണ്ടുപിടിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, ചിലതിൽ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കണോണ്ട്. ഇപ്പൊ USS എക്സാമിനൊക്കെയാണ് ഇത് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എപ്പോഴും ഇത് തന്നിട്ട് 50 സ്കൂളിൽ 50 ടീച്ചേഴ്സ് ഉണ്ട്, അതിനകത്ത് 80% സ്ത്രീകളാണ്. മെയിൽ ടീച്ചേഴ്സിന്റെ എണ്ണം ആയിരിക്കും ചോദിക്കുന്നത്. എന്താണ് മെയിൽ ടീച്ചേഴ്സിന്റെ? അപ്പൊ ഫീമെയിൽ ആണോ മെയിൽ ആണോ, പുരുഷന്മാരെയാണോ സ്ത്രീകളെയാണോ ചോദിച്ചേക്കണേ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് നോക്കണം. ഓക്കെ, USSനാണെങ്കിൽ ഇത് മെയിൽ എന്നേ ചോദിക്കുള്ളൂ. കാരണം എന്താ, നിങ്ങളെല്ലാവരും ഫീമെയിൽ കണ്ടുപിടിക്കുന്ന അവർക്ക് അറിയാം. അപ്പൊ തെറ്റിക്കാൻ വേണ്ടിയിട്ട് എന്താണ് മെയിൽ എന്നേ ചോദിക്കുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. നമ്മുടെ 184-ാമത്തെ പേജിലെ രണ്ടാമത്തെ ചോദ്യം. ഇത് അത്യാവശ്യം കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ എന്താണ് പറയുന്നതെന്ന്. എന്തായാലും നിങ്ങൾക്ക് വോട്ട് ചെയ്യാറായിട്ടില്ല. അപ്പോൾ വോട്ട് ചെയ്യാനൊക്കെ പോകുമ്പോൾ കളക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, അതാരും സാറേ ഇരുന്ന് ഉറങ്ങുന്നേ. ഫസ്റ്റ് റോയിൽ ലാസ്റ്റ് ഇരിക്കുന്ന ആള്, അറ്റത്തിരിക്കുന്ന ആള് ആരാണ്? ഏബിളെ, നീച്ചിരുന്നേ. നല്ല ഉറക്കത്തിലായിരുന്നു. ഒന്ന് മുഖം കഴിയിട്ട് വന്നേ ചെന്നേ. ചെല്ല് സുഖമായിട്ടിരുന്ന് ഉറങ്ങായിരുന്നു അവൻ. നോക്കിക്കേ എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നതെന്ന് ആദ്യം നിന്നൊന്ന് വായിച്ചു നോക്കിയ മക്കളെ.
1450 1450 ആൾക്കാരുണ്ട് അല്ലെ. 1150 persons voted in an election contested by 2 persons. രണ്ട് പേരാണ് മത്സരിച്ചത്. എ എന്നും ബി എന്നും പറയുന്ന രണ്ട് പേരായിരുന്നു മത്സരിച്ചത്. അപ്പൊ നമുക്കിനകത്ത് ആരെങ്കിലും ഒരാൾ ജയിപ്പിക്കണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് 1450 പേര് എന്ത് ചെയ്തു? വോട്ട് ചെയ്തു. ഓക്കെ, വോട്ടിന്റെ ഇലക്ഷന്റെ പരിപാടി അറിയാലോ. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളായിരിക്കും എന്ത് ജയിക്കുന്നത്. അത് അറിയാമെങ്കിൽ ഒന്ന് ടാറ്റ തന്നെ. ഇലക്ഷൻ പരിപാടികളൊക്കെ കണ്ടിട്ടില്ലേ? യെസ്, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളായിരിക്കും ജയിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എയും ബിയുമാണ് മത്സരിക്കാനായിട്ട് നിന്നത് എന്ന് വിചാരിക്കാം. നോക്കിക്കേ, ദ വിന്നർ ഗോട്ട്, ആരാണോ ജയിച്ചത്, ഇപ്പൊ എ ആണ് ജയിച്ചതെന്ന് വിചാരിക്കാം. എ ആണ് ജയിച്ചതെന്ന് വിചാരിക്കാം. എ ആണ് നമ്മുടെ വിന്നർ. അപ്പോൾ ആ പുള്ളിക്ക് കിട്ടിയത് എത്ര ശതമാനം വോട്ടുകളാ? 52% വോട്ടുകളാണ് ആർക്ക് കിട്ടിയത്? നമ്മുടെ എക്ക് കിട്ടിയത്. എങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ, ഇതിനകത്ത് മലയാളം ഒരേപോലെ കിടക്കുന്നത്. മലയാളം ഞാൻ പറയാട്ടോ, സെക്കൻഡിന്റെ മലയാളം ഇങ്ങനെയല്ല. ഫസ്റ്റത്തേൽ നോക്കിക്കേ, ഹൗ മെനി വോട്ട്സ് ഡിഡ് ഹി ഗെറ്റ്? ആർക്ക് കിട്ടിയ കാര്യം ചോദിക്കുന്നത്. ഇവിടെ ഹി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഏതവൻ? ആർക്ക് കിട്ടിയാണ്? അയാൾക്ക് എത്ര വോട്ടുകൾ ലഭിച്ചു? ഈ ഹി എന്ന് പറയുന്ന ആള് നമ്മുടെ വിന്നർ ആണ് കേട്ടോ, ജയിച്ച ആളാണ്. ഓക്കെ, വിജയിച്ച ആളെയാണ് നമ്മളിവിടെ എന്ത് വിളിക്കുന്നത്? ഹി എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഹൗ മെനി വോട്ട്സ് ഡിഡ് ഹി ഗെറ്റ്? അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കണം? നമുക്ക് നോക്കാം. നമ്പർ ഓഫ് വോട്ട്സ് ഗോട്ട് ബൈ ദ വിന്നർ. വിജയിക്ക് ലഭിച്ച വോട്ടുകളുടെ എണ്ണം. ആരാ പറയുന്നേ? എങ്ങനെ കണ്ടുപിടിക്കാം? മുബഷിറ. ആ പറഞ്ഞേടോ. 52%. ഓക്കെ, വെരി യെസ്. 52/100. 52ന്റെ ശതമാനം കണ്ടുപിടിക്കാൻ 52/100 ചെയ്യാം. ഓക്കെ, കറക്റ്റ് ആണ്, മിടുക്കി, വെരി ഗുഡ്. എന്താണ് മക്കളെ ചെയ്തത്? 52% വോട്ടായി കിട്ടിയേക്കണേന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം എന്തായാലും പുള്ളിക്കാരിക്ക് കിട്ടിയേക്കുന്ന വോട്ടുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 1450. അത്രയും പേരാണ് നമുക്ക് വോട്ട് ചെയ്തത് അല്ലെ. അതിനകത്ത് 52%ലാണ് പുള്ളി വിജയിച്ചത്, അല്ലെങ്കിൽ അത്രയും വോട്ടുകളാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പെർസെന്റേജ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ ആണോ? വേണമെങ്കിൽ നമുക്ക് ഇതിനൊന്ന് ചെറുതാക്കാം കേട്ടോ. ഇത് ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ കുറച്ച് വലുപ്പത്തിൽ വരുന്നതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി ചെറുതാക്കുന്നു. 1450നെ നമ്മൾ 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 26 50 വരും. ഓക്കെ, വീണ്ടും കട്ട് ചെയ്യാന്ന് വിചാരിക്കുക. 26നെയും 50നെയും ഒന്നുകൂടി കട്ട് ചെയ്യാണ്, അതായത് 2 വെച്ചിട്ട് കട്ട് ചെയ്യാണ്. 26നെ 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 13 ആവും. 50നെ 2 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 25 ആവും. ഓക്കെ, കറക്റ്റ് പകുതിയാക്കിയാൽ മതിയേ. കറക്റ്റ് പകുതിയാക്കിയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? ബാക്കി ചെയ്തേ. ബാക്കി കിട്ടുന്നുണ്ടോ നോക്കിക്കേ. കിട്ടുന്നുണ്ടോ നോക്കിക്കേ. 25 വെച്ചിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ 50 വെച്ചിട്ടും കട്ട് ചെയ്യാം. ഓക്കെ, 13/25 വേണ്ട, നമുക്ക് 50ന്റെ അവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാം. ആയിരിക്കും കുറച്ചുകൂടി എളുപ്പം. അതാകുമ്പോൾ 0 കട്ടായി പോകുമല്ലോ. നോക്കി മക്കളെ, 1450 ഇൻറ്റു 26/50 നിർത്താം. അതാകുമ്പോൾ താഴത്തെ 50ന്റെ ഒരു 0, 1450ന്റെ ഒരു 0 കട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായി? അപ്പൊ കുറച്ചും കൂടി നമ്പർ ചെറുതാവും. ഓക്കെ, അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യാം? 145നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുക, 26 വെച്ച് മൾട്ടിപ്പിൾ ചെയ്യുക. ഇതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഓക്കെ, അപ്പൊ കുറച്ചുകൂടി എളുപ്പമുള്ള പരിപാടി നോക്കുക. 145നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യാം, കാരണം 5ന്റെ മൾട്ടിപ്പിൾ ആണ് 145. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്, ചെയ്തു നോക്കി. അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന സിംപ്ലിഫിക്കേഷനിൽ എത്തേണ്ടത് കേട്ടോ. സിംപ്ലിഫിക്കേഷനിലേക്ക് എത്തേണ്ടത് അങ്ങനെയാണ്. കറക്റ്റ് ആണ് കേട്ടോ. അതാരാണ് സാർ അയച്ചേക്കണേ? ആ, ദേവർഷ കറക്റ്റ് ആണ്. 145നെ ആദ്യം 5 വെച്ചിട്ട് കട്ട് ചെയ്യാം, എന്നിട്ട് കിട്ടുന്ന ആൻസറിനെ 26 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. യെസ്, കറക്റ്റ് ആണ് കേട്ടോ അയച്ചേക്കുന്നവരുടെ എല്ലാവരുടെയും. യെസ്, ഓക്കെ, നമുക്ക് നോക്കാം. 145നെ 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 15 ഉള്ളൂ, ഇവിടെ 14 വരുന്നുള്ളൂ അല്ലേ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ മൾട്ടിപ്പിൾ 10 ആണ്. 14 - 10 4, 45 9 അല്ലെ. അപ്പൊ 29 ഇൻറ്റു 26 എന്നാണ് നമുക്ക് കിട്ടാം. ആണല്ലോ? 29 കിട്ടിയില്ലേ? യെസ്. അത് മുബഷിർ അടുത്തതിന്റെ ആൻസർ ആണോ അയച്ചേക്കുന്നേ? അല്ല,
ഇപ്പോഴത്തെ ആൻസർ ആണോ അയച്ചേ? എന്തോ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടല്ലോ, നോക്കിക്കേ. 29 × 26 ചെയ്യുമ്പോൾ യെസ് 754 മക്കളെ ആൻസർ വരണ്ട കേട്ടോ. എവിടെയെങ്കിലും തെറ്റിപ്പോയവർ കറക്റ്റായിട്ട് നോക്കുക. 29 × 26 ചെയ്തിട്ട് 754 എന്നാണ് കിട്ടേണ്ടത്. ഓക്കെ, ആദിദേവി ഒന്ന് ചെക്ക് ചെയ്തേ. മൾട്ടിപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നതായിരിക്കും. ഓക്കെ, 29 × 26. ആ, ആർക്കാണ് സംശയം? റിയ മരിയ അല്ലേ? ആ, ഒരു സംശയം. ഓ, ചോദിച്ചോളൂ. ചോദിച്ചോടോ. ആ, ചോദിച്ചോ, കേക്കാം. പിന്നെ എങ്ങനെ ചെയ്യാവുന്നേ? ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ആ, നേരെ ചെയ്യുന്ന പരിപാടിയല്ലേ, അതെല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇതുപോലെ കട്ട് ചെയ്താൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, എളുപ്പത്തിനുള്ള പരിപാടി ചെയ്താൽ മതി എല്ലാവരും കേട്ടോ. ആ ഒരു രീതി തന്നെ പ്രാക്ടീസ് ചെയ്തു പോവാ. അല്ലെങ്കിൽ എന്താ ചെയ്യാൻ പോകുന്നത്? 1450 × 52 ഡിവൈഡ് ബൈ 100. അല്ലെങ്കിൽ എന്താ, 100നെ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? 1450 × 52 ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഇതുപോലെ ചെറുതാക്കി പഠിക്കുന്നതാണോ നല്ലത്? ചെറുതാക്കി പഠിച്ചാൽ മതി എല്ലാവരും കേട്ടോ. കുറച്ചേരി പറയും ഇതാ നല്ലതെന്ന്, അത് വേണ്ട. ഓക്കെ, യെസ്, അത് ഞാൻ സമ്മതിക്കാൻ മാട്ടെ. ഓക്കെ, ചെറുതാക്കി തന്നെ പഠിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും? നേരെ എല്ലാവരും ആ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കുള്ളൂ, ചെറുതാക്കാനായിട്ട് പോകൂല. നമുക്ക് പിന്നീട് ഉപകാരപ്പെടാൻ പോകുന്ന ഈ മെത്തേഡാണ്. ഓക്കെ, കുറച്ച് പേർക്ക് സംശയം ഇത്രയൊക്കെ ചെയ്യണമെന്ന്. നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെയെന്ന്. ചെറുതാക്കി തന്നെ പഠിക്കാം കേട്ടോ എല്ലാവരും, ചെറുതാക്കി തന്നെ പഠിക്കാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. മലയാളം നോക്കണ്ട, ഇംഗ്ലീഷ് നോക്കിയാൽ അത് ഞാൻ പറഞ്ഞു തരാം മലയാളത്തിലെ. ബൈ ഹൗ മെനി വോട്ട്സ് ഡിഡ് ഹി വിൻ? അതായത് എത്ര വോട്ടുകൾക്കാണ് പുള്ളി ജയിച്ചത് എന്നാണ് ചോദ്യം. എന്താണ്? എത്ര വോട്ടുകൾക്കാണ് നമ്മുടെ ഈ പറയുന്ന ആള് ജയിച്ചത് എന്നാണ് ചോദ്യം. ഓക്കെ, അതും കിട്ടിക്കഴിഞ്ഞു. അതായത് ഇപ്പോ നമ്മുടെ ഇയാൾക്ക് കിട്ടിയത്, വിന്നർക്ക് കിട്ടിയത്, ഇതിനകത്ത് വിന്നർക്ക് കിട്ടിയത് 52%. ഭൂരിപക്ഷം എന്ന് പറയുന്ന ഒരു സാധനം കേട്ടിട്ടില്ലേ? ഭൂരിപക്ഷം എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ടാറ്റ വന്നേ. ഭൂരിപക്ഷം എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അതായത് ഒരാൾക്ക് 100 വോട്ട് കിട്ടി, മറ്റൊരാൾക്ക് 120 വോട്ട് കിട്ടി. അപ്പോൾ 20 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിന്നർ ജയിച്ചത്. പിടികിട്ടിയോ? പരിപാടി പിടികിട്ടിയോ? ഒരാൾക്ക് 100 വോട്ട്, മറ്റൊരാൾക്ക് 120 വോട്ട്. അപ്പോൾ കൂടുതൽ വോട്ട് കിട്ടിയ ആള് അല്ലെങ്കിൽ 20 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് അയാൾ ജയിച്ചത്, അല്ലെങ്കിൽ അതാണ് അയാൾക്ക് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. നമ്മൾ ഇലക്ഷൻ സമയത്തൊക്കെ കേട്ടിട്ടുണ്ടല്ലേ ഭൂരിപക്ഷം എന്നൊക്കെ. യെസ്. അപ്പോൾ ഇവിടെ വിന്നർക്ക് കിട്ടിയത് എത്ര ശതമാനം വോട്ടുകളാണ് മക്കളെ? 52% വോട്ടാണ് ആർക്ക് കിട്ടിയത്? വിന്നർക്ക് കിട്ടിയത്. അങ്ങനെയെങ്കിൽ ലൂസർക്ക് കിട്ടിയതാണെങ്കിലോ? തോറ്റ ആൾക്ക് കിട്ടിയത് എത്രയായിരിക്കും? അപ്പോൾ ഒന്ന് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞേ. വിന്നർക്ക് 52% കിട്ടിയെങ്കിൽ ലൂസർക്ക് കിട്ടിയത് എത്രയായിരിക്കണം? 100ൽ നിന്നും 52 കുറച്ചാൽ മതി അല്ലേ? 100ൽ നിന്നും 52 കുറച്ചിട്ടുള്ള ശതമാനമായിരിക്കും. ആരാ പറയുന്നത് സാറേ അത് ആ ശതമാനം? തെരേസ. ആ, തെരേസ പറഞ്ഞേടാ. 48%. യെസ്, മിടുക്കി. 48% അപ്പോ നമ്മുടെ തോറ്റയാൾക്ക് കിട്ടിയത്. ഓക്കെ ആണോ? ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവാ? ഭൂരിപക്ഷം കണ്ടുപിടിക്കാൻ പോവാണ്. ഭൂരിപക്ഷം കണ്ടുപിടിക്കാൻ പോകും. അല്ലെങ്കിൽ ഭൂരിപക്ഷം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പറഞ്ഞു വിന്നർക്ക് കിട്ടിയ വോട്ടുകളും ലൂസർക്ക് കിട്ടിയ വോട്ടുകളും തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ ഭൂരിപക്ഷമായി. പിടികിട്ടിയോ? എന്താണ് വിന്നർക്ക് കിട്ടിയത്? ഇവിടെ എത്ര ശതമാനം? 52% ജയിച്ച ആൾക്ക് കിട്ടിയത്. ഇനി തോറ്റ ആൾക്ക് കിട്ടിയതാണെങ്കിലോ? തോറ്റ ആൾക്ക് കിട്ടിയതാണെങ്കിലോ 48%. 48% തോറ്റ ആൾക്ക് കിട്ടിയത്. ഇതിന്റെ വ്യത്യാസം എത്രയാ? 52 - 48. യെസ്, ആ ഒരു ശതമാനം എടുത്ത് നോക്കി എല്ലാവരും. 52 - 48. 52 - 48. യെസ്, 4% അല്ലെ? 4% നമുക്ക് ഭൂരിപക്ഷം കിട്ടേണ്ടത്. എത്രയാണ്? 4% വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അപ്പോൾ നമ്മുടെ ആള് ജയിച്ചിരിക്കുന്നത്. കാര്യം പിടികിട്ടിയെങ്കിൽ ടാറ്റ നീ. കാര്യം പിടികിട്ടിയെങ്കിൽ അതായത് മൊത്തം വോട്ടുകളുടെ 4% ഭൂരിപക്ഷത്തിലാണ് നമ്മുടെ ആള് ജയിച്ചിരിക്കുന്നത് എന്നർത്ഥം. ഓക്കെ, പിടികിട്ടിയോ? അപ്പൊ കണ്ടുപിടിച്ചേ. അപ്പൊ എന്ത് ചെയ്താൽ മതി? നമുക്ക് മൊത്തം വോട്ടുകൾ അറിയാം 1450 ആണ്. അതിന്റെ 4% ഒന്ന് കണ്ടുപിടിച്ച എല്ലാവരും. 4% ചെറുതാക്കാം കേട്ടോ. ഇവിടുന്ന് തന്നെ 0 കട്ട് ചെയ്ത് കളയാം. ചെറുതാക്കുമ്പോൾ 2/5 എന്ന് വരും. 2/5 എന്ന് വരും. ഇനി എന്ത് ചെയ്യാം? 145 ഡിവൈഡഡ് ബൈ 5 × 2. ഇതേ രീതിയിൽ തന്നെ എല്ലാവരും ചെയ്യണം കേട്ടോ. നേരെ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കരുത്.
ഒന്ന് ശ്രദ്ധിച്ചേ, 1450 ഇൻറ്റു 4/100. ആദ്യം തന്നെ മുകളിലെ 1450 പൂജ്യം 100ന്റെ പൂജ്യം കട്ട് ചെയ്ത് കളയാം. 4/10. 4/10 എന്ന് പറയുമ്പോൾ 4ന് ചെറുതാക്കുമ്പോൾ 2 എന്നും 10ന് ചെറുതാക്കുമ്പോൾ 5 എന്നും കിട്ടും. ഇനി അപ്പുറത്തേക്ക് എഴുതുമ്പോൾ എന്താ 145 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 2 ഇൻറ്റു 2. സാറേ നേരത്തെ മുഖം കഴുകാൻ പോയ ആളെ തന്നെ വിളിക്കാം. ഏബലേ കിട്ടിയോ? എന്താ പ്രശ്നം? എന്താ അൺമ്യൂട്ട് ചെയ്യുന്നേ? എന്താണ് പാടില്ലേ? ആൻസർ കിട്ടിയായിരുന്നോ? എന്തേ? ഉഷാറായിട്ടിരുന്ന് ചെയ്തേ. ബുക്ക് കാണുന്ന രീതിയിൽ ക്യാമറ അറേഞ്ച് ചെയ്ത് വെച്ചേ. എന്നിട്ട് ഉഷാറായിട്ടിരുന്ന് ചെയ്തേ, മടി പിടിക്കല്ലേ. ഓക്കെ സാർ, അടുത്ത ആള് അഭിനന്ദ്. അഭിനന്ദ് അല്ലേ ആൻസർ ഇട്ടേക്കുന്നേ? ഒരു മെസ്സേജ് ഇട്ടു. എത്രയാണ്? 58. യെസ്, കറക്റ്റ് ആണ്. 145നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 29 എന്ന് കിട്ടും. 29. ഓ ചോദിച്ചോ. ഉവ്വ് 2/5ന് 45 145 എന്നാണോ ഉദ്ദേശിച്ചത്? ആ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല, അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഡിവിഷന് വേണ്ടി നേരിട്ട് അപ്പുറത്ത് എഴുതിയെന്നുള്ളൂ. നമ്മൾ ചെയ്യുന്ന പരിപാടി അതാണല്ലോ, അതുകൊണ്ട് അപ്പുറത്ത് എഴുതിയെന്നുള്ളൂ. ഓക്കെ, അതൊന്നും പ്രശ്നമില്ല. 58. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. വെരി ഗുഡ്, മിടുക്കൻ. നമ്മൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് 145/5 എഴുതിയെന്നുള്ളൂ. ഇവിടെ നിന്ന് കട്ട് ചെയ്താലും നോ പ്രോബ്ലം. ഓക്കെ, യെസ്. 58 കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ ആണോ? കിട്ടിയോ? സാർ ഒന്ന് മൊത്തത്തിൽ കാണിക്കാവോ? ഓക്കെ, കിട്ടി. 58 കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്താലോ സാറേ? യെസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് വന്നോളൂ. കിട്ടുന്നുണ്ടോ? $65 അല്ലേ? അപ്പോൾ 1200ന്റെ 65/100. 2 പൂജ്യങ്ങൾ കട്ട് ചെയ്ത് കളയാം. 12 ഇൻറ്റു 65 ചെയ്യുമ്പോൾ ആൻസർ ആയി. കുറച്ച് പേർക്ക് ചെറുതായിട്ടും തെറ്റിയിട്ടുണ്ട്, ചെറിയ മിസ്റ്റേക്ക്. കുറേ പേരുടെ കറക്റ്റ് ആണ്. യെസ്. ആൻഡ് ഇത് ചെറുതാക്കുമ്പോൾ എങ്ങനെയായിരിക്കും വരേണ്ടത്? 1200 ഇൻറ്റു 65% ചെറുതാക്കുമ്പോൾ 65 5ന്റെ ടേബിളിൽ പോകും, 100 5ന്റെ ടേബിളിലോ. എത്രയാണ്? 55 60 65 13/20 എന്ന് വരും കേട്ടോ. 13/20 എന്നാണ് നമ്മളിതിനെ ചെറുതാക്കുമ്പോൾ കിട്ടുന്നത്. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. 2 കട്ട് ചെയ്ത് കളയാം. 2ഉം 120 നമ്മളെ 120/2 ചെയ്യുമ്പോൾ 60 കിട്ടും. അപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാം. 13ഉം 6ഉം ചെയ്താൽ മതി. 6 12 18 7 0 ഇട്ട് കൊടുക്കുക, 780 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അത് ചെയ്യണം എന്നില്ല, കുഴപ്പമില്ല. നേരിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. ഇത് കുറച്ചും കൂടി കട്ട് ചെയ്ത് കളയുന്നത് ഇങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, കട്ട് ചെയ്ത് ചെയ്യുന്നവർ അങ്ങനെ ശ്രദ്ധിക്കാം. ഇതിപ്പോൾ ചെറിയ ക്വസ്റ്റ്യൻ ആയിട്ട് ഡയറക്റ്റ് ചെയ്യാം, പ്രശ്നമില്ല. നമ്മൾ വലിയ സംഖ്യയൊക്കെ വരുമ്പോൾ എന്തായാലും ചെറുതാക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ 12 × 65 ചെയ്യാനായിട്ട് ആർക്കും അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. കിട്ടിയോ? 780 കിട്ടിയില്ല എല്ലാവർക്കും? ഓക്കെ ആണെങ്കിൽ ടാറ്റ തന്നേ. ഓക്കെ ആണെങ്കിൽ ടാറ്റ തന്നേ. അല്ലാത്ത പക്ഷം എങ്ങനെ ചെയ്യാം? 65/100 ചെയ്യുമ്പോൾ നമ്മൾ 13/20 ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ചെറുതാക്കുമ്പോൾ 13/20 ആണ്. വീണ്ടും കട്ട് ചെയ്ത് പോകുമ്പോൾ 60 × 13 വരും. 6 × 13 78 0 ഇട്ട് കൊടുക്കാം. ക്ലിയർ? ഓക്കെ, സിമ്പിൾ എപ്പോഴും ഇത് തന്നെയാണ് കേട്ടോ. മിസ് അങ്ങനെ പറയുള്ളൂ എന്ന്. ഓക്കെ, നമുക്കപ്പോൾ ഓക്കെ ആണോ? ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. യെസ്, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, വീട്ടിൽ തെങ്ങൊക്കെ ഉണ്ട്. എല്ലാവരുടെയും വീട്ടിൽ തെങ്ങൊക്കെ ഉണ്ടോ? തേങ്ങ ഇടുന്നു, കരിക്ക് കുടിക്കുന്നു. കരിക്കൊക്കെ വെട്ടി കുടിക്കാറുണ്ടോ? അപ്പോൾ അതൊരു രസമാണല്ലേ സാറേ. പണ്ട് വീട്ടിൽ തേങ്ങയിടാൻ വരുമ്പോൾ കരിക്ക് മാത്രം ഞാനും ചേട്ടനോട് എടുത്ത് ഒളിപ്പിച്ച് വയ്ക്കും, ആർക്കും കൊടുക്കില്ല. ഓക്കെ, അമ്മ എന്നിട്ട് കരിക്ക് എവിടെ നിന്ന് വയ്ക്കുമ്പോൾ ഞങ്ങൾ പറയും ഞങ്ങൾ കുടിച്ചു എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത് പണ്ടത്തെ ഒരു നൊസ്റ്റാൾജി ആയിരുന്നു. കരിക്ക് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങൾക്ക്. നോക്കാം, 184ാമത്തെ പേജിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ. കരിക്കൊക്കെ എല്ലാവരും കുടിക്കണം കേട്ടോ, അല്ലേ? ശുദ്ധമായ പാനീയമാണ്. പാനീയമല്ല, ഇളനീര്. ഓക്കെ, യെസ്.
അപ്പോൾ 184ാമത്തെ പേജിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ തെങ്ങിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതാണ് ഞാൻ തെങ്ങും തേങ്ങയുടെ കാര്യമൊക്കെ പറഞ്ഞത്. നോക്കാം. there are 32 coconut palms in a compound. ഒരു പ്രദേശത്ത് 32 തെങ്ങുകൾ നിൽക്കുന്നുണ്ട്. 32 തെങ്ങുകളാണ് ഒരു വളപ്പിലുള്ളത്. നോക്കിക്കേ, this is 50% of the total number of trees in the compound. ഈ പറയുന്ന 32 എന്ന് പറയുന്ന സംഖ്യ മൊത്തം നിൽക്കുന്ന തെങ്ങുകളുടെ എണ്ണത്തിന്റെ 50%. ശ്രദ്ധിക്കാട്ടെ മക്കളെ, ഇത് വളപ്പിലെ ആകെ മരങ്ങളുടെ എണ്ണത്തിന്റെ 50%. This is 50% of the total number of trees. 50% of the total number of trees. മൊത്തം മരങ്ങളുടെ 50% ഈ 32 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മൊത്തം മരങ്ങളുടെ എണ്ണം, മൊത്തം എത്ര തെങ്ങുകളുണ്ട് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? പറഞ്ഞ കാര്യം നമുക്ക് ഒന്നുകൂടി ഒന്ന് എടുത്തെഴുതണം. എത്രയാണ്? 32 എന്ന് പറയുന്നത് മൊത്തം തെങ്ങുകളുടെ 50% എന്നാണ് പറയുന്നത്. ഓക്കെ, മൊത്തം തെങ്ങുകളുടെ ടോട്ടൽ ട്രീസിന്റെ 50% ആണെന്നല്ലേ പറഞ്ഞേ. 32 എന്ന് പറയുന്നത് മൊത്തം തെങ്ങുകളുടെ 50% എന്ന് പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആണോ? മൊത്തം തെങ്ങുകളുടെ, അതായത് ഇതിൽ കൂടുതൽ തെങ്ങ് ഇവിടെ ഉണ്ടെന്ന് അർത്ഥം അല്ലെ. മൊത്തം കുറെ തെങ്ങുണ്ട്, അതിന്റെ 50% മാത്രമാണ് എന്ത്, അതിന്റെ പകുതി മാത്രമാണ് എന്ത് 32 എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇരട്ടി കണ്ടുപിടിച്ചാൽ മതി ആക്ച്വലി. പക്ഷേ നമ്മൾ പ്രോബ്ലത്തിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എന്താ പറയാ സ്റ്റെപ്പ് ഒക്കെ ആയിട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ടോട്ടൽ ട്രീയുടെ 50% 32 എന്ന് പറയുന്നത്. ഞാനൊന്ന് തിരിച്ചെഴുതുവാണേ. ടോട്ടൽ ഇൻറ്റു 50/100 ആണ് ഈ പറയുന്ന 32 എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താണ് റെസിപ്രോക്കലും ഫ്രാക്ഷനും ആ രണ്ട് ചാപ്റ്റേഴ്സിന്റെയും ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? റെസിപ്രോക്കൽ നമ്മൾ പഠിച്ച 4ാമത്തെ ചാപ്റ്റർ റെസിപ്രോക്കൽ ആയിരുന്നു, വിപരീത ഭിന്നം എന്ന് പറയുന്ന ചാപ്റ്ററും പിന്നെ ഫ്രാക്ഷൻ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന 2ാമത്തെ ചാപ്റ്ററും. രണ്ട് ചാപ്റ്റേഴ്സിന്റെയും ആപ്ലിക്കേഷൻ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിന്റെ 50% 32 എന്ന് പറഞ്ഞാൽ മൊത്തം എത്ര തെങ്ങുകളുണ്ട് എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആരാ പറയുന്നേ? ടോട്ടൽ കണ്ടുപിടിക്കാൻ അല്ലമീൻ. പറഞ്ഞോളൂ മോനെ, മൊത്തം എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടല് 32 കൊണ്ട് പ്ലസ് ചെയ്താൽ മതി. അത് നോർമൽ മെത്തേഡ്. നമുക്ക് നോർമലി ചെയ്യുമ്പോൾ എത്രയാ? 64 നേരത്തെ ആൻസർ കിട്ടും. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ പെർസെൻറ്റേജ് ചെയ്യുമ്പോൾ എങ്ങനെയാ ചെയ്യണ്ടേ? ടോട്ടൽ ഇവിടെ നിർത്തി 50/100 അപ്പുറത്തേക്ക് പോകുന്നു. അപ്പൊ എന്തായി മാറും? 50/100 അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ ഡിവിഷൻ ആവും. ഫ്രാക്ഷനെ ഡിവിഷൻ ആക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചെയ്യാം? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അപ്പുറം ചെല്ലുമ്പോൾ ഡിവിഷൻ ആവും. ഫ്രാക്ഷൻ എങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? ചെറിയൊരു പരിപാടി ഉണ്ടല്ലോ അവിടെ. ഫ്രാക്ഷൻ അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ റെസിപ്രോക്കലായി മാറണം. നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഫ്രാക്ഷൻ ഈക്വൽ ടു അപ്പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ അത് തിരിഞ്ഞു വരണം. 50/100 എന്നുള്ളത് അപ്പുറം ചെല്ലുമ്പോൾ 100/50 മാറും അല്ലെ. 100/50 ഇൻറ്റു 52. 100/50 എന്ന് പറയുമ്പോൾ 10/5 2 നമുക്കറിയാം. 2 52 അല്ല 32. യെസ്, 32. അപ്പോൾ ആൻസർ എത്രയാ? 64 മൊത്തം തെങ്ങുകളുടെ എണ്ണം. ഇതിപ്പോൾ 50% ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഇപ്പൊ എന്താ, ഒരു 100 തെങ്ങുകളുണ്ടെങ്കിൽ അതിന് 50% എത്രയാ? 50 ആണെന്ന് നമുക്കറിയാം. കറക്റ്റ് പകുതി എടുത്താൽ മതി. ഇപ്പൊ 50 അല്ലായിരുന്നുവെങ്കിൽ എന്താണ്, ഇതുപോലെ ചെയ്യാൻ പറ്റൂല കേട്ടോ. നമ്മൾ ഇതേ മെത്തേഡ് തന്നെ അപ്ലൈ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ് പറഞ്ഞു തന്നത്. ക്ലിയർ ആണോ? ഇതിപ്പോ കറക്റ്റ് 50% ആയതുകൊണ്ട് നമുക്കറിയാം. 32 50% ആണെങ്കിൽ മൊത്തം എത്രയായിരിക്കും? 32 + 32 അല്ലെങ്കിൽ 32 × 2 ചെയ്താൽ 64 കിട്ടും. കിട്ടിയോ? 64 ടോട്ടൽ തെങ്ങുകളുടെ എണ്ണം കിട്ടിയോ? ഓക്കെ ആണോ? യെസ്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ് ഇസ് ഈക്വൽ ടു 64. എന്താണ് അഭിനന്ദ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല. ടാറ്റ കാണിച്ചപ്പോ ഞാൻ വിചാരിച്ചാ എന്താ ലേസാ? രാവിലെ ലേസ് കഴിക്കാൻ പറ്റുമോ? ഞങ്ങൾ കണ്ടു, കഴിച്ചോ? ചെയ്യണ്ടോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തോ സാറേ. കിട്ടിയ ആൻസർ കിട്ടിയോ? 64 ആൻസർ കിട്ടില്ല, പക്ഷെ ഞാൻ 5 ലേസ് കഴിച്ച് തീർക്കുന്നത്. വേഗം എഴുതി. ശ്രീനന്ദ എന്താ പറ്റിയേ? ഓക്കെ 3 മിനിറ്റ് കൂടെ ഉള്ളൂ. ഓക്കേടാ, നമ്മളിപ്പോൾ 2-3 ക്വസ്റ്റ്യൻ കൂടി എടുക്കും കേട്ടോ. ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, വൈകിട്ട് കാണാം. വൈകിട്ട് വരുമ്പോൾ കാണാം കേട്ടോ. ഓക്കെ. ശ്രീനന്ദന്റെ വീട് എവിടെയാ? എവിടെയാണ്?
അത് ഏത് ജില്ലയാണ് സാറേ? തൃശ്ശൂരാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി, ഫൈൻ, മ്യൂട്ട് ചെയ്തോടാ. ശരി, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണേ നമ്മുടെ ഇതിനകത്തെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 185 പേജിലെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. നോക്കിക്കേ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേ ആദ്യം തന്നെ. നോക്കാം. എ പേഴ്സൺ സ്പെൻഡ്സ് 8,400 rupees എ മന്ത് ഫോർ ഫുഡ്. അല്ലെ, ഒരു മാസം അയാൾ 8,400 രൂപയ്ക്ക് മാത്രം ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അമ്പോ, ഹീസ് എ ഫുഡി അല്ലേ. എന്താ പറയുക, പുള്ളി ഭയങ്കര ഭക്ഷണപ്രിയനാണെന്ന് തോന്നുന്നു. 8,400 രൂപയ്ക്ക് പുള്ളി ഫുഡ് അതിന് വേണ്ടി മാത്രം അത്രയും രൂപ ചെലവാക്കിയിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, ഇനി നമുക്ക് എന്താ പറയുന്നത്? ഇറ്റ് ഈസ് 25% ഓഫ് ഹിസ് മന്ത്ലി ഏർണിങ്സ്. അപ്പോൾ കുഴപ്പമില്ല, ഈ 8,400 എന്ന് പറയുന്നത് പുള്ളിയുടെ വരുമാനത്തിന്റെ വെറും 25%. അപ്പൊ പിന്നെ പുള്ളി കഴിച്ചോട്ടല്ലേ, കുഴപ്പമില്ല. അത്യാവശ്യം സാലറീഡ് ആയിട്ടുള്ള പൈസ ഉള്ള ആളാണെന്ന് തോന്നുന്നു അല്ലെ. 25% ഈ പറയുന്ന 8,400 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പുള്ളിയുടെ മൊത്തത്തിലുള്ള വരുമാനം എത്ര? ചിലപ്പോൾ നമ്മൾ ആദ്യം ആലോചിച്ചിട്ടുണ്ടാവും, 8,400 രൂപയ്ക്ക് പുള്ളി ഫുഡ് കഴിക്കണമെങ്കിൽ എത്ര രൂപ പുള്ളിക്ക് ശമ്പളം കിട്ടുന്നുണ്ടാവും അല്ലെ സാറേ? കൊള്ളാം, ഇവൻ കുറെ നേടറുണ്ട് അല്ലേ. നമുക്ക് നോക്കാം, 25% ഈ തന്നിരിക്കുന്ന 8,400. അപ്പൊ നമുക്ക് എഴുതാം എമൗണ്ട് സ്പെൻഡ് ഓൺ, സ്റ്റെപ്പായിട്ട് എഴുതാവേ. എമൗണ്ട് സ്പെൻഡ് ഓൺ ഫുഡ്, ഭക്ഷണത്തിനായി ചിലവാക്കുന്ന തുക. ഭക്ഷണത്തിനായി ചിലവാക്കുന്ന തുക, മലയാളം മീഡിയംകാർ അങ്ങനെ എഴുതാം. ഭക്ഷണത്തിനായി ചിലവാക്കുന്ന തുക എത്രയാണ്? 8,400. 8,400 രൂപ, 8,400 rupees. ഓക്കെ, ദിസ് ഈസ് 25% ഓഫ് ഹിസ് മന്ത്ലി ഏർണിങ്സ്. അതും കൂടി എഴുതാം, 25% ഓഫ് ഹിസ് മന്ത്ലി ഏർണിങ്സ്. മാസവരുമാനത്തിന്റെ 25%. മാസവരുമാനത്തിന്റെ 25%. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം ഏർണിങ്സിന്റെ 25% ഈ തന്നിരിക്കുന്ന എത്ര? ആര് പറയും സാറേ? ഏർണിങ്സിന്റെ 25% ഇപ്പൊ തന്നിരിക്കുന്ന പ്രിയ മരിയനെ വിളിക്കാം. യെസ്, തന്നിരിക്കുന്ന എമൗണ്ട് എത്ര? ഹലോ, 8,400. യെസ്, റിയാമരിയിൽ എൻ്റെ ലിക്കുഞ്ഞിന്റെ സൗണ്ട് ആണെന്ന് ചോദിച്ച് കളിയാക്കിയത് എനിക്ക് വിഷമായി. ഓക്കെ, എന്താണ്? ഏർണിങ്സിന്റെ 25% 8,400. 8,400 എന്ന് പറയുന്നത് ഏർണിങ്സിന്റെ 25%. ഓക്കെ, അപ്പൊ തന്നെ നമ്മൾ ആലോചിക്കുക, 25% നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. 25% നമ്മൾ എങ്ങനെയാക്കിയാണ് എഴുതിയിരുന്നത് നോക്കാം. നമുക്ക് ആ ബോക്സ് ഒന്ന് എടുത്ത് നോക്കാം. 1/4 എന്നുള്ള രീതിയിലാണ്. ബോക്സ് കുറച്ചൊരു മറന്നുപോയിട്ടുണ്ടാവും. 1/4 എന്നുള്ള രീതിയിലാണ്. ആൻഡ് മറ്റൊരു കാര്യമുണ്ട്, നമ്മൾ ഇന്നലെ പറഞ്ഞതിൽ 30% 1/3 എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് 3/10 ആക്കി മാറ്റി എഴുതി. എന്താണ്? 30% നമ്മൾ 1/3 എന്നാണ് എഴുതിയിരിക്കുന്നത്, 3/10 ആക്കി മാറ്റി എഴുതി. ഞാൻ ആ റെഡ് വെച്ച് മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഒന്ന് തിരുത്തി എഴുതി എല്ലാവരും. 3/10. 3/10 ക്ലിയർ? റെഡ്യൂസ്ഡ് ഫോമിൽ എല്ലാവരും പഠിച്ചിരിക്കണം കേട്ടോ, എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി 25% എന്ന് പറയുമ്പോൾ എത്രയാണ്? 25% എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ നമുക്കറിയാം 1/4 ആണ് അല്ലെ. 1/4 ആണ്. അപ്പൊ അത് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. 1/4 വെച്ചിട്ട് നമുക്ക് ചെയ്തു നോക്കാം. യെസ്, 1/4 വെച്ചിട്ട് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടേണ്ടത്? ഏർണിങ്സ് ഇൻടു 1/4. ഏർണിങ്സ്, വരുമാനം ഇൻടു 1/4 ചെയ്യുമ്പോഴാണ് 8,400 കിട്ടുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏർണിങ്സ് എത്രയാണ്? ആര് പറയും സാറേ? അനൈ. ആ, അനൈ പറഞ്ഞേ കുട്ടാ. ഓ, എത്രയാണ് അപ്പൊ ഏർണിങ്സ്? എങ്ങനെ കണ്ടുപിടിക്കാം? എന്താണ്? അയ്യോ, മനസ്സിലായോ? അയ്യോ, എനിക്ക് പിടിയിട്ടില്ല. എന്താണ് ഒന്നും പറഞ്ഞേ? ആൻസർ കിട്ടിയോ? ചെയ്യണുള്ളൂന്ന്. ആ, ചെയ്തോ. ഓക്കെ ഓക്കെ, യെസ്. അടുത്ത ആള് നിഹ. പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാട്ടാനേ. ആ, നിഹയാണ് ഞാൻ പാടിക്കൊണ്ടിരുന്നപ്പോൾ എഴുതിയ ആള്. നിഹ പറഞ്ഞേ.
എന്താണ് അൺമ്യൂട്ട് ചെയ്യാതെ എന്തോ? ഓക്കെ ശ്രീനന്ദ ബൈ. നിഹ അൺമ്യൂട്ട് ചെയ്തിടോ. നിഹ ഓക്കെ. അദ്വൈത് ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കട്ടെ സാർ. അദ്വൈതേ പറഞ്ഞോ. ഹലോ ആ പറഞ്ഞോ, എത്ര കിട്ടിയ ആൻസർ? ഹലോ ആ പറഞ്ഞോടോ. ചെയ്ത് നോക്കിക്കോട്ടേന്നോ? അപ്പൊ ഇത്ര നേരം എന്തിരിക്കായിരുന്നു? വെറുതെ ഇരിക്കായിരുന്നു. ബാക്കിൽ നിന്ന് റിപ്പോർട്ട് കിട്ടി പോയെന്ന്. ചേച്ചിയാണത്? ആ അപ്പൊ സത്യമായിരിക്കുള്ളൂ ചേച്ചി പറഞ്ഞത്. ചെയ്തേ. ഞാൻ ചോദിക്കട്ടെ, ഈ 1/4 തൊട്ടപ്പുറത്തേക്ക് പോവാണെന്ന് വിചാരിക്കാം, ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് പോവാണ് ആ ഫ്രാക്ഷൻ, അപ്പൊ അതെന്തായി മാറും? എന്താവും? ഇൻറ്റു ചെയ്യണം അപ്പുറത്ത് ചെന്നിട്ട്. അങ്ങനെയാണോ? മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് പോയാൽ ഇൻറ്റു ആണോ ചെയ്യണ്ടേ? മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് പോയാൽ എന്തായിട്ടാ മാറണ്ടേ? ഡിവിഷൻ. അപ്പൊ ഈ ഫ്രാക്ഷൻ അപ്പുറം ചെല്ലുമ്പോൾ ഡിവിഷൻ ആയി മാറണം. ഫ്രാക്ഷൻ 1/4 ഡിവൈഡ് ചെയ്യാ എന്ന് പറഞ്ഞാൽ, ഫ്രാക്ഷൻസിനെ ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞേ. 4 വെട്ടണോ? ഇടുക്കി ഞാൻ. 1/4 അപ്പുറം ചെല്ലുമ്പോ എന്താവും? 8400 ഇൻറ്റു 4/1 ആവും. അല്ലെങ്കിൽ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 8400 ഇൻറ്റു 4 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒന്ന് കുറച്ചേരം എണീച്ചെന്നേ. അവൻ ചെയ്ത് തുടങ്ങട്ടെ, ചെയ്യട്ടെ. ചെയ്തേ, ഇത് കറക്റ്റായിട്ട് ചെയ്ത് തീർത്തേ. 8400 ഇൻറ്റു 4 ആൻസർ പറ. 84 ഇൻറ്റു 4 ചെയ്തിട്ട് 2 0 ഇട്ട് കൊടുക്കാം. 8400 ഇൻറ്റു 4. എല്ലാവരും അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. 8400 ഇൻറ്റു 4. ഇനി 25% ചെയ്ത കുറച്ച് ആൾക്കാരുണ്ടാവും, അത് കുറച്ചും കൂടി കാൽക്കുലേറ്റീവ് അല്ലേ, അങ്ങനെ ചെയ്യണ്ട. 1/4 വെച്ച് തന്നെ ചെയ്താൽ മതി കേട്ടോ. 1/4 അപ്പുറം ചെല്ലുമ്പോൾ 4/1 ആവുന്നു. സോ 8400 ഇൻറ്റു 4 ചെയ്യാം. എൺപത്തിനാല് ഇൻറ്റു 4 ചെയ്തിട്ട് പറഞ്ഞേടാ കൂട്ടോ. 84 ഇൻറ്റു 4. ഇന്നത്തേക്കാണ് അദ്വൈതേ. ഇനിയിപ്പോ നാളെ വിട്ടേന്ന്. എടാ ചെയ്തേ. 84 ഇൻറ്റു 4. പറഞ്ഞോ. 4 ഇൻറ്റു 4 എത്രയാ? അവിടെ ഇരുന്നേ നീ, അവിടെ ഇരുന്നേ. 4 ഇൻറ്റു 4 16. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാറ്? 6 ഇവിടെ കൊടുക്കും, 1 എവിടെ കൊടുക്കും? മുകളിൽ കൊടുക്കും. ഇനി 8 ഇൻറ്റു 4 എത്രയാ? 8 ഇൻറ്റു 1 8. 8 ഇൻറ്റു 2 8 ഇൻറ്റു 3 8 ഇൻറ്റു 4 34 അല്ല, അടുത്തെത്തി. അല്ല, കൂടി കൂടി പോവാണല്ലോ. 32. 2 ആണോന്ന് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതാൻ അടുത്തൊരാളും കൂടിയായി. 32നോടൊപ്പം ഒന്നുകൂടി കൂട്ടുമ്പോ എത്രയും? 336000. അത് അതിനകത്ത് നോക്കിയിട്ട് കിട്ടിയതല്ലേ, മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടിയില്ലല്ലോ. എന്നിട്ട് ഇപ്പൊ പറഞ്ഞില്ലല്ലോ, പിന്നെന്താ പറയാൻ ഞാൻ എഴുതി വെച്ചിട്ട്? ചോദിച്ചു ഞാൻ പറയില്ലേ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. 33,600 കിട്ടിയോ? ഓക്കെ ഓക്കെ ആണോ? യെസ്. മൾട്ടിപ്ലിക്കേഷൻ ടേബിളേ ഒന്ന് എഴുതി പഠിക്കണം. ഓക്കെ, ചെറിയൊരു തപ്പലും തടയലും ഉണ്ട്. ഓക്കെ, അപ്പൊ ഏതൊക്കെ എഴുതണമെന്ന് അറിയോ? 3 4 6 7 8 9 ഇത്രയും എഴുതണം. ബാക്കിയുള്ളത് സിമ്പിളാ. നോട്ട് ചെയ്ത് വെച്ചേ, എഴുത്. 3 4 6 7 8 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒരു 5 പ്രാവശ്യം ഇത് എഴുതണം. ഓരോന്നും കേട്ടോ. 3ന്റെ 5 പ്രാവശ്യം, 4ന്റെ 5 പ്രാവശ്യം, 6ന്റെ 5 പ്രാവശ്യം, അങ്ങനെ അങ്ങനെ. ക്ലിയർ അല്ലേ?
ഓക്കെ അല്ലേ? ഇന്ന് തന്നെ എഴുതണം കേട്ടോ, എഴുതിയിട്ട് അയക്കണം. ഓക്കെ, യെസ് സാറേ. കാണിച്ചോളൂ. ഓക്കെ ആണോ? കിട്ടിയോ? 33,600 എല്ലാവർക്കും കിട്ടിയെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. ഓക്കെ ആണെങ്കിൽ ടാറ്റ തന്നേ. 33,600. അപ്പോൾ എത്രയാണ് പുള്ളിക്ക് മാസ വരുമാനം? 33,600 രൂപയോളം പുള്ളിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ കുഴപ്പമില്ല, പുള്ളി ഒരു 8,400 രൂപ ചെലവാക്കിക്കോട്ടെ അല്ലേ, കുഴപ്പമില്ല, പുള്ളിയിൽ ക്യാഷ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഓക്കെ ടാറ്റ 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 പോകാനുള്ളൊരു വിട്ടോളൂ, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വൈകിട്ടത്തേക്ക് പറയും. ആൻഡ് നെക്സ്റ്റ് ചെറിയൊരു ടോപ്പിക്കിന്റെ തുടക്കം ഞാൻ ഇട്ട് വെക്കുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് വൈകിട്ടേ ചെയ്യുള്ളൂ. ഓക്കെ, ലെസ് ആൻഡ് മോർ എന്താണ്? കൂടുതലും കുറവും അല്ലെ, കൂടുന്നുണ്ട് കുറച്ച് പെർസെൻറ്റേജുകൾ, കുറയുന്നുണ്ട് കുറച്ച് പെർസെൻറ്റേജുകൾ. എന്താണെന്ന് നോക്കാം. അതായത് ഇപ്പോൾ 100 രൂപ ഉണ്ടായിരുന്ന സാധനം, നമ്മൾ ഇന്നലെ പറഞ്ഞൊരു മെത്തേഡ് തന്നെയാണ്. 100 രൂപ ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റിന് 5% കുറഞ്ഞു എന്ന് വിചാരിക്കുക. അതായത് 5% ഓഫർ ആണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇപ്പോഴത്തെ പ്രൈസ് എത്രയായിരിക്കും? 100 രൂപ ഉണ്ടായിരുന്ന സംഗതി 5% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനി ബാക്കിയുള്ളത് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കേണ്ടത്? ഇനി 5% കുറഞ്ഞില്ലേ, 100-ൽ നിന്നും 5% കുറഞ്ഞു, ബാക്കി എത്രയുണ്ട്? ആരാ പറയുന്നത് സാറേ? 100-ൽ നിന്നും 5% കുറഞ്ഞു, ബാക്കി എത്ര പെർസെന്റേജ് ഉണ്ട്? യെസ്, പൃഥ്വി തന്നെ വിളിക്കാം. പൃഥ്വി പറഞ്ഞോളൂ, ബാക്കി എത്രയുണ്ട്? അപ്പോ 95%. ഓക്കെ ആണോ? അതായത് 5% കുറഞ്ഞു, അല്ലെങ്കിൽ എത്ര ആയിക്കോട്ടെ കുറഞ്ഞു എന്നാണ് പറയുന്നതെങ്കിൽ 100-ൽ നിന്നും ആ പറയുന്ന പെർസെന്റേജിനെ നമ്മൾ കുറച്ചെടുക്കുക. പിടികിട്ടിയോ? ഓക്കെ ആണോ? ഇനി ഒരു 15% കൂടി എന്നാ പറയുന്നതെന്ന് വിചാരിക്കുക. 15% കൂടി, അപ്പൊ എത്രയായിരിക്കും വരേണ്ടത്? ആരാ പറയുന്നേ? ഫാത്തിമ പറഞ്ഞേടാ. 15% കൂടി. അൺമ്യൂട്ട് ചെയ്തേടോ. കുറച്ച് പേരുടെ ഉണ്ടല്ലേ അങ്ങനെ. ഓക്കെ ഓക്കെ ഓക്കേടാ, കുഴപ്പമില്ല. അടുത്ത ആള് ആന്റോണിയോ. നമ്മുടെ എത്രയാണ് വരിക? 100-ൽ 15% കൂടി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം പുതിയ പെർസെന്റേജ്? 120 ആണോ? 100-നോട് കൂടെ 15 കൂട്ടിയാൽ 120 ആണോ? 115 ആണ് വരേണ്ടത്. എത്രയാണ്? 115 ആണ് വരേണ്ടത്. ഓക്കെ, ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും വൈകിട്ടേ ചെയ്യത്തുള്ളൂ. അപ്പോൾ 5% കൂടി 5% കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ പറഞ്ഞ കാര്യം? യെസ്. അപ്പൊ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്തു നോക്കാം. അതായത് ഇപ്പോ 500 രൂപ ഉണ്ടായിരുന്ന ഒരു സംഗതി എത്ര ശതമാനം? ഒരു 10% കൂടി. 10% കൂടി. അപ്പൊ പുതിയത് എങ്ങനെയാ കണ്ടുപിടിക്കാം? എത്രയായിരിക്കണം കണ്ടുപിടിക്കേണ്ടത്? പുതിയ വില കണ്ടുപിടിക്കാൻ സാറേ എന്താ താഴ്ത്തിരിക്കുന്ന ആളെ വിളിച്ചേ? അവന്തിക ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്തേ. പറഞ്ഞോ. 10% കൂടി എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ശതമാനമാണ് ഇനി കണ്ടുപിടിക്കേണ്ടത് പുതിയ പ്രൈസ്? ഇത്ര നേരം എന്താ പറഞ്ഞോണ്ടിരുന്നേ? കൂടി എന്ന് പറയുമ്പോ എന്താ ചെയ്യണ്ടേ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. 10% കൂടി എന്ന് പറയുമ്പോൾ 100-നോട് കൂടെ 10% എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പൊ എത്ര കിട്ടും? 100 + 10 110%. ഓക്കെ, ഇനി 10% കുറഞ്ഞു എന്നാണെങ്കിലോ? 10% കുറഞ്ഞു എന്നാണെങ്കിലോ? 100-ന്ന് 10 കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടും ആൻസർ? 90%. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാണോ? ഓക്കെ, സിനിമ കാണാനിരിക്കണ ഒരു ഇരിപ്പാണല്ലോ അവിടെ. ആ കാലക്കരക്ക് താഴ്ത്തി വെച്ചേ. ഓക്കെ, യെസ്, മ്യൂട്ട് ചെയ്തോ സാറേ. അപ്പോൾ അങ്ങനെയാണ് അതിന്റെ പരിപാടി വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 500 രൂപ ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ്, 500 രൂപ വേണ്ട, അല്ലെങ്കിൽ ഒരു 1000 രൂപ കൊടുക്കാം. ഒരു പ്രൊഡക്റ്റിന് 1000 രൂപയായിരുന്നു എന്ന് വിചാരിക്കാം. അതിന്റെ വില 10% കൂടി എങ്കിൽ അതിന്റെ ഇപ്പോഴത്തെ വില എത്ര? കറന്റ് പ്രൈസ് എല്ലാവരും ഒന്ന് കണ്ടുപിടിച്ചേ. കറന്റ് പ്രൈസ്
1000 രൂപ ഉണ്ടായിരുന്ന ഒരു സാധനത്തിന് 10% കൂടി, ഇൻക്രീസ് ആണേ 10% വില കൂടി. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇപ്പോഴത്തെ പ്രൈസ്, കറന്റ് പ്രൈസ് ഒന്ന് കണ്ടുപിടിച്ചേ. എങ്ങനെ നമുക്ക് ചെയ്യാം? ആരാ പറയുന്നേ? ആദിശങ്കർ ഒന്ന് പറഞ്ഞേ, എങ്ങനെ കണ്ടുപിടിക്കാം? 10 പ്ലസ് ചെയ്യണം. യെസ്. അപ്പൊ 100നോട് 10 പ്ലസ് ചെയ്യുമ്പോൾ എത്ര ശതമാനമായിട്ട് മാറും പുതിയത്? 110%. ഇനി എന്ത് ചെയ്യാം? 0 എവിടെ ഇട്ട് കൊടുക്കണോന്ന്? എടാ പോടാ, 110% അല്ലേ പുതിയത്. അങ്ങനെയാണെങ്കിൽ പുതിയ വില കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ? നമ്മുടെ നേരത്തെ വില എത്രയായിരുന്നു? 110 കൂട്ടാനാണോ? കുറയ്ക്ക. 1000ന്റെ 110% കണ്ടുപിടിക്കണം. മനസ്സിലായോ? നേരത്തെ മക്കളെ 100% ആയിരുന്നു, ഇപ്പൊ ഒരു 10% കൂടി എന്ന് പറയുമ്പോൾ പുതിയ വിലയുടെ 110%ഓളം കണ്ടുപിടിക്കണം. മനസ്സിലായോ? പിടികിട്ടി? എല്ലാവർക്കും ക്ലിയർ ആണോ? കൂട്ടിയത് എത്രയാണോ ആ ശതമാനമാണ് മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കേണ്ടത്. ഇനി എന്ത് ചെയ്യാം? 2 പൂജ്യംസ് കട്ട് ചെയ്ത് കളയാം. 110 × 10. അപ്പൊ എത്രയാ ആൻസർ? എത്രയാ? 1100 ആൻസർ കിട്ടും. പിടികിട്ടിയാ? യെസ്, അത് തന്നെ. രക്ഷപ്പെട്ടെന്ന് നമ്മൾ പറയണം. ഓക്കെ, 1100. നമ്മുടെ 1000ന്റെ 10% എത്രയാ? 100 അല്ലേ? അത് 1000തോട് കൂടി കൂട്ടി 1100 കിട്ടൂലേ? സിമ്പിൾ. അപ്പോൾ അത് എല്ലാ കേസിലും അത് പറ്റില്ല. 10% ആയതുകൊണ്ടാണ് നമ്മളിപ്പോ ഞാൻ പറഞ്ഞ പോലെ 100 ആണല്ലോ, 100 കൂട്ടാലോ എന്ന് പറഞ്ഞു. പക്ഷെ എല്ലാ കേസിലും അത് പോസിബിൾ അല്ല. 1100 കിട്ടിയോ? നമുക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻസിലേക്ക് അപ്ലൈ ചെയ്യാനുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻസ് നമ്മൾ വൈകിട്ടായിരിക്കും ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് അപ്ലൈ ചെയ്ത് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, ഒരു ചെറിയ ക്വസ്റ്റ്യനും കൂടി. 1000 രൂപയുടെ സംഗതിക്ക് അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. 5% കുറഞ്ഞു. 5% കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ വില എത്രയാ? 1000 രൂപ ഉണ്ടായിരുന്ന പ്രൊഡക്റ്റിന് 5% കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ വില എത്രയാ? ആരാ പറയുന്നത് സാറേ? സാരംഗ്. പുതിയ വില എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, വിട്ടോളൂ കേട്ടോ. 100 -5. അപ്പൊ എത്ര കിട്ടും? 95%. പിന്നെ ഇനി എന്ത് ചെയ്യും? 100 ആണോ ഇവിടെ? നേരത്തെ വില എത്രയാ? ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞേ. ഓക്കെ, ഫൈൻ. ഇപ്പൊ കറക്റ്റ്. 95/100 × 1000 എന്ന് കൊടുക്കാം. 2 പൂജ്യം കട്ട് ചെയ്ത് കളയുന്നു. ആൻസർ 950 എന്ന് വരും. ആണല്ലോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇപ്പൊ നമുക്ക് ഇവിടെ 1000 ആയതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റിയത്. അല്ലാത്ത പക്ഷം 95/100 നമുക്ക് എങ്ങനെ ചെറുതാക്കാം മക്കളെ? 19/20 എന്ന് ചെറുതാക്കാം കേട്ടോ. എന്താണ്? 19/20 എന്ന് ചെറുതാക്കാൻ പറ്റും. അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കാം. 95 100 ഏതിന്റെ ടേബിളിലാണ് നമ്മൾ കളഞ്ഞത്? 5ന്റെ ടേബിളിൽ. 95 എന്ന് പറയുമ്പോൾ 5ന്റെ 19ാമത്തെ മൾട്ടിപ്പിൾ ആണ് 95, 20ാമത്തെ മൾട്ടിപ്പിൾ ആണ് 100. ഓക്കെ, അപ്പൊ 19/20 വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എന്നാ നമുക്ക് നിർത്താം. ഓക്കെ, യെസ്, നിർത്താന്ന് പറഞ്ഞപ്പോ തന്നെ ബുക്കൊക്കെ അടിക്കണ ഒരാള്. അതാരാണ് സാർ? അത് സിദ്ധാർത്ഥ്. നിർത്താം. അപ്പൊ തന്നെ ബുക്കടച്ച്. ഓക്കെ, അപ്പോ ഓക്കെ മക്കളെ, ഇപ്പൊ നമുക്ക് വൈകിട്ട് കാണാം കേട്ടോ. വൈകിട്ട് കാണാം. അപ്പോ 6 മണിക്കാണ് വൈകിട്ട്, 6:30ക്കാണ് വൈകിട്ട്. നമുക്ക് വൈകിട്ട് കണ്ടുമുട്ടാം. ഓക്കെ, യെസ്. അപ്പൊ